CUET മോഡൽ എക്സാം യൂണിറ്റ് 1-ൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സാറിൻ്റെ പേര് ജിതേന്ദ്രകുമാർ എന്നാണ്. പ്ലാൻ സ്റ്റഡി സെൻറ്ററിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസായിട്ട് ഡിസ്കസ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി. ഇത് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കുറച്ചുകൂടെ മാക്സിമൈസ് ചെയ്തിട്ടാണ്. The kinetic energy of an electron gets tripled then the de Broglie wavelength associated with the charges. ഇത് ചേഞ്ച് ചെയ്യുന്നത് ബൈ എ ഫാക്ടർ. ഇത് എത്ര ഇതിൽ ചേഞ്ച് ചെയ്യുന്നതാണ് നമുക്ക് ചോദ്യം. ഓക്കെ, de Broglie wavelength നമുക്കറിയാം. de Broglie wavelength is ലാംഡ, അല്ലേ? ലാംഡ ഈക്വൽ ടു എന്താണ്? h/p ആണ്. h/. മൊമെൻറ്റത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ എഴുതാം? 2 √2 mk. mk is the kinetic energy, so momentum is √2 mk. നമുക്കറിയാം, ശരിയല്ലേ? അപ്പോൾ ലാംഡ ഈക്വൽ ടു h/√2 mk. സോ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാം? 1/√k. ശരിയല്ലയോ? തന്നിട്ടുണ്ട് ലാംഡ 1 ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√k. ഇനി കൈനറ്റിക് എനർജി എത്ര മടങ്ങ് കൂട്ടുന്നത്? ട്രിപ്പിൾഡ് ആണ്, 3 times കൂട്ടുകയാണ്. അപ്പോൾ ലാംഡ 2 ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/√3k. ശരിയല്ലേ? അപ്പോൾ ലാംഡ 1 ഡിവൈഡഡ് ബൈ ലാംഡ 2, നമ്മൾ രണ്ട് ഇക്വേഷൻസിനെയും കൂടെ, രണ്ട് പ്രൊപ്പോർഷണാലിറ്റിയും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3k ഡിവൈഡഡ് ബൈ k. √3k ഇത് മുകളിൽ പോവും, അദ്ദേഹം താഴെയാവും. അപ്പോൾ √3k ഡിവൈഡഡ് ബൈ k. കെയും കെയും ക്യാൻസലായി പോയിട്ട് നമുക്ക് കിട്ടി ലാംഡ 1 ബൈ ലാംഡ 2 ഈക്വൽ ടു എത്ര കിട്ടും? √3. ശരിയല്ലേ? ലാംഡ 1 ബൈ ലാംഡ 2 ഈക്വൽ ടു 2/3. Therefore ലാംഡ 2 ഈക്വൽ ടു ലാംഡ 1 ഡിവൈഡഡ് ബൈ എത്രയായി? √3. അപ്പം അതിൻ്റെ de Broglie wavelength ഏത് ഫാക്ടറിലാണ് കുറയുന്നത്? 1/√3. അപ്പോൾ നമ്മുടെ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക? ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ മാക്സിമൈസ് ചെയ്യാം. The accelerating potential of an electron is doubled. Then its velocity becomes none. Accelerating potential കൂടിക്കഴിഞ്ഞാൽ എത്രയാണ്? ഡബിൾ ആക്കിയാൽ അതിൻ്റെ വെലോസിറ്റി എങ്ങനെ മാറുന്നതാണ്? നമുക്കറിയാം ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ V ആണെങ്കിൽ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? Ke മാക്സിമം. മാക്സിമം കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലാണ്. അത് എത്രയാണത്? qV0. V0 is the accelerating potential into Q. That is kinetic energy max. ശരിയല്ലേ? നമുക്കറിയാം Ke max equal to qV0. So Ke max equal to നമുക്ക് എങ്ങനെ എഴുതാം? ½ m v സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? qV0. This is called accelerating potential. ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലിനെ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഏത്? ആ പാർട്ടിക്കിളിന് കിട്ടുന്ന കൈനറ്റിക് എനർജി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. കൺസർവേഷൻ ഓഫ് എനർജിയാണ്. Ke max ഈക്വൽ ടു Q ഇൻറ്റു V0 ആണ്, വേർ V0 is the accelerating potential. കൈനറ്റിക് എനർജിക്ക് സർക്യുലേഷൻ എഴുതി ½ mv² ഈക്വൽ ടു എന്ത് കിട്ടി? Q ഇൻറ്റു V0. അപ്പോൾ ചുരുക്കത്തിൽ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. V² ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? V0. അപ്പോൾ വെലോസിറ്റിയുടെ സ്ക്വയർ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലിന് എന്താണ്? പ്രൊപ്പോർഷണലാണ്. സോ V ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? V0. ശരിയല്ലേ? നമുക്ക് നോക്കാം ഇനി എന്താ അവർ പറയുന്നത്. ഇതെല്ലാം ഒരേപോലത്തെ ചോദ്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റാണ്. പ്രൊപ്പോർഷണാലിറ്റി വരുന്നു. അപ്പോൾ V1 ഈക്വൽ ടു ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതി ഞാൻ? √V0 എന്ന് എഴുതി. ഇനി രണ്ടാമത് ആ ഇലക്ട്രോണിൻ്റെ എന്ത് ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞ്? ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡബിൾ ചെയ്തു. അപ്പോൾ V2. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെലോസിറ്റി എത്ര? ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡബിൾ ആക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വെലോസിറ്റി V2 ആണെങ്കിൽ V2 വിൽ ബി പ്രൊപ്പോർഷണൽ ടു എത്ര ആയിരിക്കും? പ്രൊപ്പോർഷണൽ ടു 2V0. Therefore ഇതിനെ രണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷനും V1 ബൈ V2 ഈക്വൽ ടു എന്ത് കിട്ടും? √V0 ഡിവൈഡഡ് ബൈ 2V0. ശരിയല്ലേ? അപ്പോൾ V0 ക്യാൻസൽ ആയിപ്പോയി. സോ
V1 by V2 equal to എന്ത് കിട്ടി 1/√2. Therefore V2 equal to എന്ത് കിട്ടും √2 into V1. √2ൻ്റെ വാല്യൂ നമുക്കറിയാം 1.41 V1. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി സ്പീഡ് എത്ര ടൈംസ് ആകും 1.41 ടൈംസ് ആകും. പറഞ്ഞ് മനസ്സിലായല്ലോ. ജസ്റ്റ് ഈ റിലേഷൻ അറിയുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം ക്വസ്റ്റ്യൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ ചോദ്യം, ദ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺസ് ഹാവിങ് എനർജി ഓഫ് 66 ഇലക്ട്രോൺ വോൾട്ട്. ദ ഫ്രീക്വൻസി എത്ര ഹെർട്സിലായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂണിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിലാണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എല്ലാം ഹെർട്സിലാണ്, SI യൂണിറ്റിലാണ്. അപ്പോൾ നമ്മളതിനെ എനർജിയെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എനർജി തന്നിട്ടുണ്ട്, എനർജി ഈക്വൽ ടു 66 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 66 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. ഓൾ വി നോ. അപ്പം ഇതാണ് എത്ര ടോട്ടൽ എനർജി. നമുക്കറിയാം E ഈക്വൽ ടു എന്താണ്, hν ആണ്. ശരിയല്ലോ. ഫോട്ടോണിൻ്റെ എനർജി E ഈക്വൽ ടു hν ആണ്. ദറ്റ് ഇസ് one quantum of energy, hν. സോ ഈക്വേറ്റ് ദീസ് ടു. hν ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട് 66 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19. Therefore ഫ്രീക്വൻസി അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി ഈക്വൽ ടു 66 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ hൻ്റെ വാല്യൂ എന്താണ്, hൻ്റെ വാല്യൂ ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻34. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 10 കിട്ടും, 16 ആവും. ശരിയല്ലേ. അപ്പോൾ ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും നമുക്ക് 16 ഇൻറ്റു ഈ 34 -34 മുകളിലോട്ട് പോകുമ്പോൾ എത്ര ആവും +34 ആയി. അപ്പം 19 +34 ആകുമ്പോൾ 15, 10⁻15 വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ദിസ് ഇസ് 10 ഇൻറ്റു 1.6 = 16 ഇൻറ്റു 10⁻15 ഹെർട്സ് എന്ന് കിട്ടും. 15 ഹെർട്സ്. അപ്പോൾ നമ്മുടെ ഏത് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്? മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ്. മനസ്സിലായല്ലോ. ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ കട്വേഷനും എന്നുള്ള റിലേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ എത്ര സിമ്പിളാണെങ്കിലും നമുക്ക് ആ സമയത്ത് അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ പ്രയോജനമുള്ളൂ. എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റ് ഇഫ് ബോത്ത് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആർ ഡബിൾ. രണ്ടും നമ്മൾ ഡബിൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും, ഇൻസിഡൻറ്റ് ഫോട്ടോൺസിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂട്ടുന്നുണ്ട്, ഫ്രീക്വൻസിയും കൂട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാച്ചുറേഷൻ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡബിൾ ആകുന്നു, റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഹാഫ് ആകുന്നു, 4 ടൈംസ് ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സാച്ചുറേഷൻ കറണ്ട് ഫോട്ടോ ഇലക്ട്രിക് സാച്ചുറേറ്റഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, ദാറ്റ് ഈസ് സാച്ചുറേഷൻ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് IS is directly proportional to intensity of the incident radiation, and IS is independent of frequency. Independent of frequency of incident photon. അപ്പോൾ അത് ഇൻറ്റൻസിറ്റിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഡബിൾ ആക്കി. അങ്ങനെയാകുമ്പോൾ സാച്ചുറേഷൻ കറണ്ടും എന്താകും? നാച്ചുറലി ഡബിൾ ആകും. ശരിയല്ലേ? ഇറ്റ് വിൽ ഗെറ്റ്സ് ഡബിൾ. അണ്ടർസ്റ്റുഡ്? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എ ഫോട്ടോൺ ഓഫ് എനർജി 8 ഇലക്ട്രോൺ വോൾട്ട് is incident on a metal surface of threshold frequency 1.6 into 10⁻15 hertz. The kinetic energy of the emitted photoelectron. Kinetic energy of the emitted photoelectron. നമുക്കറിയാം kinetic energy equal to എന്തായിരിക്കും? Total energy of the photon minus എന്തായിരിക്കും? Work function. എന്തായിരിക്കും? Work function. ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഏതാണ്? വർക്ക് ഫങ്ഷൻ. നമുക്കറിയാം വർക്ക് ഫങ്ഷൻ സാധാരണ എഴുതുന്നത് എങ്ങനെയാണ്? KE = E - 5. 5 is a work function. Okay.
അല്ലെങ്കിൽ എങ്ങനെ എഴുതും? ഈക്വൽ ടു എച്ച് ന്യൂ, ദറ്റ് ഈസ് ദ എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ മൈനസ് എച്ച് ന്യൂ സീറോ, വേർ മ്യൂ സീറോ ഇസ് എ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ശരിയല്ലേ? അപ്പോൾ വർക്ക് ഫംഗ്ഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമാണ് കാണേണ്ടത്. വാട്ട് ഇസ് വർക്ക് ഫംഗ്ഷൻ? ഫൈ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ. എച്ച് എത്രയാണ്? 6.6 ഇൻറ്റു 10⁻34 ജൂൾസ് സെക്കൻഡ് ഇൻറ്റു വാട്ട് ഇസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണത്? 1.6 ഇൻറ്റു 10⁻15 ഹെർട്സ് എന്നാണ്. 10⁻15 ഹെർട്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഏത് യൂണിറ്റിലാണ് കിട്ടുക? ഇത് ജൂൾ സെക്കൻഡ്, ഇത് പെർ സെക്കൻഡ്, 1 സെക്കൻഡ്. ഒക്കെ നമുക്ക് ഈ ആൻസർ കിട്ടാൻ പോകുന്നത് എന്തിലായിരിക്കും? ജൂളിലായിരിക്കും. അപ്പോൾ നമ്മളിതിനെ എന്തോട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1.6 ഇൻറ്റു 10⁻19 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമോ അതേ ഇതിലായിരിക്കും? ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ E ഈക്വൽ ടു 8 ഇലക്ട്രോൺ വോൾട്ടാണ് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി. ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ കണ്ടിരിക്കുന്നു. 1.6ഉം 1.6ഉം ക്യാൻസലായി പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 10⁻19 മുകളിലോട്ട് പോകുമ്പോൾ പ്ലസ് ആവില്ലേ? അപ്പോൾ നമുക്ക് കിട്ടും 1.6 ക്യാൻസൽ ചെയ്ത് സാറ് ഇങ്ങോട്ട് 6.6 ഇൻറ്റു 6.6 എന്ന് തന്നെ വരും. കാരണം 19 പ്ലസ് ആകുന്നു, 19 + 15 34 ആകുന്നു, 34 ക്യാൻസൽ ആകുന്നു. ഈ 6.6 ഓൾമോസ്റ്റ് 6.6 എന്ന് വരും. നമുക്കത് അപ്രോക്സിമേറ്റ്ലി എന്താണെന്ന് എടുക്കാം? അപ്രോക്സിമേറ്റ്ലി 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് എടുക്കാം. എത്ര എടുക്കാം? 6 ഇലക്ട്രോൺ വോൾട്ടാണ് എന്തിൻ്റെ ത്രെഷോൾഡ് എനർജി? എമിഷൻ്റെ ത്രെഷോൾഡ് എനർജി. അപ്പോൾ 6 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കൈനറ്റിക് എനർജി കിട്ടില്ലേ? അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ കിട്ടി. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് എനർജി ഇസ് എ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദി വാലൻസ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. അത് കിട്ടിയിരിക്കുന്നു. അപ്പം E ഈക്വൽ ടു ഫോർ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്ത് കിട്ടും? E മൈനസ് 5. ഈ നമുക്കറിയാം 8 ഇലക്ട്രോൺ വോൾട്ടാണ്. മൈനസ് വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 6 ഇലക്ട്രോൺ വോൾട്ട്. എത്ര കിട്ടും നമുക്ക്? 2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. നമുക്ക് നോക്കാം. അതെ, സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്, 2 ഇലക്ട്രോൺ വോൾട്ട്സ്. ക്ലിയർ ആയോ? ഇപ്പോൾ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്? 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇനി 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ സാർ വായിക്കാം. Photons of energy of 6 electron volt are incident on a metal surface whose work function is 4 electron volt. അപ്പോൾ നോക്കണം, ഫോട്ടോൻ്റെ എനർജി തന്നിട്ടുണ്ട്. എത്രയാണ്? 6 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ സർഫസ് ഹൂസ് വർക്ക് ഫംഗ്ഷൻ ഈസ് 4. ദ മിനിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ ആണ് മിനിമം. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഈ ഫോട്ടോൺ മൈനസ് എന്താണ്? വർക്ക് ഫംഗ്ഷൻ. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ഉണ്ട് കൈനറ്റിക് എനർജി ഇക്വേഷൻ. If nu equal to mu zero, what will happen? Kinetic energy will be zero. This is a minimum condition. നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ജസ്റ്റ് ഈക്വൽ ആണെങ്കിൽ അതിൽ നിന്നും ജസ്റ്റ് എമിറ്റ് ചെയ്യും. പക്ഷേ അഡീഷണൽ എനർജി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് എന്ത് ചെയ്യത്തില്ല? മൂവ് ചെയ്യത്തില്ല, വെളിയിലോട്ട് പോകില്ല. കാരണം അതിനെ ഒന്ന് തെറിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള എനർജി മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്ന അഡീഷണൽ എനർജിയാണ് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതില്ല. നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ജസ്റ്റ് ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ്. അതാണ് എച്ച് ന്യൂ ഈക്വൽ ടു എന്താണ്? എച്ച് ന്യൂ സീറോ. അതാണല്ലോ മ്യൂ ഈക്വൽ ടു മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ. ഈ ഒരു കണ്ടീഷനിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായിരിക്കും ആ ഇലക്ട്രോണിൻ്റെ മിനിമം കൈനറ്റിക് എനർജി. ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ എമിഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ എമിഷൻ്റെ ഒരു കൺസെപ്റ്റ് ഇല്ല. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇഫ് എച്ച് ന്യൂ സീറോ ഈസ് ലെസ് ദാൻ എച്ച് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ന്യൂ ഈക്വൽ ടു ഈസ് ലെസ് ദാൻ എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എമിഷൻ നടക്കത്തില്ല. നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി അതിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്തിന് യൂസ് ചെയ്യും? ഇലക്ട്രോണിനെ തെറിപ്പിക്കാൻ, അതായത് അവിടുന്ന് ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കും. ബാക്കി അഡീഷണലി വരുന്ന എനർജിയാണ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം മിനിമം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജിയും അതിൻ്റെ വർക്ക് ഫംഗ്ഷനും ഈക്വൽ ആവുക.
ജസ്റ്റ് ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് വെക്കും, പക്ഷേ തിരിച്ചു പോവില്ല. അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. When yellow light is incident on a surface, yellow light is incident on a surface, no photoelectron are emitted. അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇല്ല. ഓക്കെ. while the green light can emit photoelectrons. ഗ്രീൻ ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൻ ഇൻഫ്രാറെഡ് റേസ് ആർ ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ് വാട്ട് വിൽ ഹാപ്പൻ എന്നാണ് ചോദ്യം. അപ്പോൾ എന്തിനൊക്കെയാണ് പറ്റുന്നത്, എന്തിന് പറ്റുന്നില്ല എന്ന് നോക്കണം. യെല്ലോയ്ക്ക് പറ്റുന്നുണ്ട്, ശരിയല്ലേ? യെല്ലോയ്ക്ക് പറ്റുന്നില്ല. യെല്ലോ നോ എമിഷൻ. ഗ്രീൻ എമിഷൻ നടക്കുന്നുണ്ട്. നമുക്കറിയാം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് ഗ്രീൻ ഈസ് ഗ്രേറ്റർ. ഇവിടെ ഫ്രീക്വൻസി ആർക്കാ കൂടുതൽ? വയലറ്റിന്. റെഡിന് ഏറ്റവും മിനിമം ഫ്രീക്വൻസിയാണ്. അപ്പോൾ വയലറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണ്, ശരിയല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് 3 പേരെയാണ് നോക്കേണ്ടത്: ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്, നമ്മുടെ ഈ വിസിബിൾ സ്പെക്ട്രത്തിൽ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഗ്രീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി ഓഫ് യെല്ലോ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? ഫ്രീക്വൻസി ഓഫ് റെഡ്. അപ്പോൾ ഗ്രീൻ ലൈറ്റ് വന്ന് വീണപ്പോൾ എമിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ h/μg ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? h/μ0. കാരണം μ0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? h/μ0. μ0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അതുകൊണ്ടാണ് ഗ്രീൻ വന്ന് വീണപ്പോൾ എന്ത് നടന്നത്? എമിഷൻ നടന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി അവിടുന്ന് മുകളോട്ട് പോകുമ്പോൾ അതാണ്ട് ഇങ്ങോട്ട് വരുന്ന ഉടനെ ഫ്രീക്വൻസി വീണ്ടും കുറഞ്ഞു. ഇവിടെ എമിഷൻ നടക്കുന്നില്ല. ആർക്ക്? യെല്ലോയ്ക്ക് എമിഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ h/μ0 ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഫ്രീക്വൻസി വീണ്ടും കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞു, ശരിയല്ലേ? എനർജി കുറഞ്ഞു, അത് അതിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ കുറഞ്ഞു. അതുകൊണ്ട് അവിടെ എമിഷൻ നടക്കുന്നില്ല. യെല്ലോയ്ക്ക് ഇത് എമിഷൻ നടക്കുന്നില്ലെങ്കിൽ റെഡിന് നടക്കും. കാരണം യെല്ലോയേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയാണ് ആർക്കുള്ളത്? റെഡിനുള്ളത്. അങ്ങനെയാകുമ്പോൾ വൺസ് യെല്ലോ കൊണ്ട് എമിഷൻ നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും h/μ റെഡ് എന്തായിരിക്കും? ലെസ് ദാൻ എന്തായിരിക്കും? h/μ0. സിൻസ് ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താ? ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെക്കാൾ കുറവാണ് ഇയാൾ, ശരിയല്ലേ? അപ്പോൾ റെഡ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല? അവിടെ എമിഷൻ യാതൊരു പോസിബിലിറ്റിയും ഇല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള കമ്പാരിസൺസ് ഒക്കെ വെറും കൺസെപ്ച്വൽ കാര്യം, വെറുമല്ല, വളരെ പ്രധാനപ്പെട്ട കൺസെപ്ച്വൽ കാര്യങ്ങളാണ്. നമുക്ക് വെറും ഇന്ന് തോന്നുന്നതാണ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇതിനകത്ത് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, എപ്പോഴാണ് എമിഷൻ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നു, സിമ്പിളാണ് പഠിച്ചു കഴിഞ്ഞാൽ, കേട്ടോ. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഇതിലെന്തായിരിക്കും ഓപ്ഷൻ? നോ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഇഫ് യു യൂസ് റെഡ് ലൈറ്റ്. ഓക്കെ. ഇനി വയലറ്റ് ലൈറ്റ് ആയിരുന്നെങ്കിലോ? സാറൊന്ന് പറഞ്ഞു തരും. വയലറ്റ് ലൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഇവിടെ ഏതിനൊക്കെ നടക്കാം? ഗ്രീന് പറ്റുമെങ്കിൽ ബ്ലൂവിന് പറ്റും, ഇൻഡിഗോയ്ക്ക് പറ്റും, വയലറ്റിന് പറ്റും. ഗ്രീൻ്റെ അപ്പുറത്തോട്ട് യെല്ലോയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ഇവർക്ക് ആർക്കും പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ ഫ്രീക്വൻസി കുറഞ്ഞു പോയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 8 ആണ് അല്ലേ? The de Broglie wavelength of a neutron at 27 degree is lambda. Then what will be its wavelength at 927 degrees Celsius? ഓക്കെ, എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം de Broglie wavelength ഇക്വേഷൻ എന്താണ്? ലാംഡ ഈക്വൽ ടു h/√. നമുക്കറിയാം E ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചറാണ്. ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതുകൊണ്ട് ഇത് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് ജനറലി എങ്ങനെ എഴുതാം? ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√. ശരിയല്ലേ? √. കാരണം എല്ലാ തെർമൽ എനർജീസും എന്തിന് പ്രൊപ്പോർഷണലാണ്? ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലാണ്. അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് തെർമൽ കൈനറ്റിക് എനർജിയാണ്. ആർക്ക്?
ന്യൂട്രോണിനുള്ളത്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് ടെമ്പറേച്ചർ. അതുകൊണ്ട് E ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√T. അണ്ടർസ്റ്റുഡ്? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായ കാര്യം. അപ്പോൾ ഫസ്റ്റ് T1 ഈക്വൽ ടു എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. നമ്മളെപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ അങ്ങ് കൺവേർട്ട് ചെയ്തേക്കുക. 27 + 273 എത്രയാണത്? 300 കെൽവിൻ ആയിരിക്കും. എത്രയായിരിക്കും അത്? 300 കെൽവിൻ. ഇനി T2 എന്ന് പറയുന്നത് 927 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിലെ, അതായത് 300 കെൽവിനിലെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അപ്പോൾ ലാംഡ 1 ഈക്വൽ ടു സാറിന് നമുക്ക് എഴുതാം ലാംഡ 2 നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. T2 927 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിനെ കെൽവിനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 927 പ്ലസ് എത്ര കാണണം? 273 ഈക്വൽ ടു 1200 കെൽവിൻ വരില്ലേ? 1200 കെൽവിൻ. Therefore നമുക്കറിയാം ലാംഡ is proportional to 1/√T. Therefore lambda 1/λ2 will be equal to എത്രയായിരിക്കും? √T2 divided by T1. What is √T2 divided by T1? T2 equal to 1200. T1 എത്രയാ? 300. equal to എത്ര കിട്ടും? √4 equal to 2. Therefore lambda 2 will be lambda 1 divided by എത്രയായിരിക്കും? ലാംഡ 1ൻ്റെ വാല്യൂ നമുക്കറിയാം, അത് എത്രയാ? ലാംഡ. അതുകൊണ്ട് ലാംഡ 2 വിൽ ബി λ/2. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 9, 9ാമത്തെ ചോദ്യം. ഫോട്ടോ ഇലക്ട്രിക് ത്രെഷോൾഡ് ഫോർ എ സർട്ടൺ മെറ്റൽ സർഫസ് ഈസ് 330 ആങ്സ്ട്രോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാംഡ 0 ത്രെഷോൾഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 330 ആങ്സ്ട്രോം = 10⁻⁻10 മീറ്റർ. ഓക്കെ. What is the maximum kinetic energy of photoelectron released by a radiation of wavelength? 1100 ആങ്സ്ട്രോം. അപ്പോൾ ലാംഡ തന്നിട്ടുണ്ട്. എത്രയാണ്? 1100 ആങ്സ്ട്രോം. നമുക്ക് ഇവരുടെ ഇൻഡിവിജ്വൽ എനർജീസ്, നമുക്കിതിൻ്റെ ത്രെഷോൾഡ് എനർജി ഒന്ന് എടുക്കാം. വാട്ട് ഈസ് വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ നമുക്കറിയാം. എത്രയാണ് വർക്ക് ഫംഗ്ഷൻ? phi equal to h/0. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാവോ? hc/λ0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കട്ടെ. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം 6.6 × 10⁻⁻34. സി എത്രയാ? സി എന്ന് പറഞ്ഞാൽ 3 × 10⁸8. ലാംഡ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 330 × 10⁻⁻10. 330 × 10⁻⁻10. ശരിയല്ലേ? 30. അപ്പം നമുക്ക് എത്ര കിട്ടും? 3 ആങ്സ്ട്രോം ആണോ നാനോമീറ്ററാ? ഓക്കെ, സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്തേ. നമുക്കറിയാം 3.3 6.6 എത്ര വരും? ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ മോളോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 18 ചെയ്ത് കഴിഞ്ഞാൽ 10⁻16 ടൈംസ് വരുമോ? 18 18ഉം 28 6 34. ഓക്കെ, 10⁻16 ടൈംസ് വരും. ഓക്കെ, 18 0.3 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0.3 × 10⁻16 ജൂൾസ് വരും. എത്രയാണ്? 10⁻6. അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി മാത്രം കണ്ടാൽ പോരെ. നമുക്കിത് എനർജി മൊത്തത്തിൽ കാണേണ്ട കാര്യമില്ലല്ലോ. ത്രെഷോൾഡ് ഫ്രീക്വൻസി കമ്പയർ ചെയ്താൽ പോരെ. നോക്കാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എച്ചിനെ ഫീച്ചറിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്കറിയാം ത്രെഷോൾഡ് ഫ്രീക്വൻസി അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ടോട്ടൽ എനർജി രണ്ടിടത്തും കാണണമെന്നുള്ളതേ ഉള്ളൂ. ഒരു എനർജി, അതായത് ഫോട്ടോണിൻ്റെ എനർജി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? ത്രെഷോൾഡ് എനർജി. നമുക്കിവിടെ അത് കാണണ്ട. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണോ കുറവാണോ നമുക്ക് നോക്കിയാൽ മതി. ത്രെഷോൾഡ് ഫ്രീക്വൻസി μ0 ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? c/λ0. c ഈക്വൽ ടു 3 × 10⁻8. ലാംഡ എത്രയാണ്? 10⁻⁻7 എന്ന് എഴുതാമല്ലോ. 3 പോയിന്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ 10⁻⁻7. അപ്പോൾ ഇതെത്ര കിട്ടും? 3 × 10⁻8
ഡിവൈഡഡ് ബൈ 0.33 ഉണ്ട് കേട്ടോ. 0.33 ഇൻറ്റു 10⁻⁻. ഈ കേട്ടോ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 0.3 ഇവിടെ 10 വരത്തില്ലേ? 10 വരുമ്പോൾ ഇത് 10⁻⁹. 10⁻⁹ പ്ലസ് 7 10⁻60. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ 0.33 എടുക്കുന്നില്ല സാർ, 0.3 എടുക്കുന്നുള്ളൂ. 0.3 എടുക്കുമ്പോൾ ഇവിടെ 10 വരും, 10⁻⁹ ആവും. 7 മോളിൽ പോകുമ്പോൾ 10⁻16 ഹെർട്സ് ആവും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ, ഇൻസിഡൻറ്റ് ഫോട്ടോൺ സാർ എന്താ എനർജി മാറ്റിയെന്ന് കണ്ടോ? എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ എച്ചിനെ അങ്ങ് ഉപേക്ഷിക്കാമെന്ന് വെച്ചത് കേട്ടോ. മ്യൂ ഈക്വൽ എന്ത് കിട്ടും നമുക്ക്? C/λ 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ ലാംഡ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 1100. അതിന് 1.1 സാർ എഴുതിക്കോട്ടെ, ഇൻറ്റു 10⁻⁻7. 10⁻⁻7 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു ഇത് പോകുമ്പോൾ 10⁻15 ആവും. 0.3 ഓൾമോസ്റ്റ് നമുക്ക് കാണാം. ഇതിനെ 1 എന്നങ്ങ് എടുക്കാം. 1 എന്നെടുത്താൽ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 3 ഇൻറ്റു 10⁻⁻ എത്ര വരുന്നുണ്ട്? 15 വരുന്നുണ്ട്. അപ്പം അതിനെ ഏകദേശം നമുക്ക് 16ൻ്റെ ടേംസ് വരുമ്പോൾ 0.3 ഇൻറ്റു 10⁻16 ഹെർട്സ് എന്ന് എഴുതാം. ഇതുമായിട്ട് പവർ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാർ എഴുതിയത്. അപ്പം ഇതിൻ്റെ 0.3 ഇൻറ്റു 10⁻16 ഹെർട്സ്. അപ്പം മനസ്സിലായി, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. എമിഷൻ നടക്കണമെങ്കിൽ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? μ0 ആയിരിക്കണം. ഇവിടെ അങ്ങനെയാണോ? അല്ല. നോക്ക്, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാകില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നോ ഇലക്ട്രോൺ വിൽ ബി എമിറ്റഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് 1 ഇലക്ട്രോൺ വോൾട്ട്. Light of wavelength 3000 angstrom is incident on the metal surface. The velocity of emitted photon electron volt will be none. അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എത്രയാ? 5 = 1 ഇലക്ട്രോൺ വോൾട്ട് = 1.6 × 10⁻⁻19 എന്താണ്? ജൂളാണ്. ഓക്കെ, ഇനി നമുക്ക് എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്ന് കാണാം. അതിനെ എങ്ങനെ എഴുതാം? hc/λ. h = 6.6 × 10⁻34 × 3 × 10⁸. ലാംഡ എത്രയാ? 3000 ആങ്സ്ട്രോം. അങ്ങനെ സാർ ഇങ്ങനെ 3 × 10⁻⁻7 എന്ന് എഴുതിക്കോട്ടെ. 3 × 10⁻3 3 ക്യാൻസലായി പോയി. 7 മോളിൽ പോയപ്പോൾ എത്രയായി? 15 ആയി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 6.6 × 10⁻⁻19 ജൂൾ എന്ന് കിട്ടി. -19 ജൂൾ എന്ന് കിട്ടി. Therefore, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എനർജി ഓഫ് ഫോട്ടോൺ മൈനസ് എന്താണ്? വർക്ക് ഫംഗ്ഷൻ. രണ്ടും കിട്ടിയിട്ടില്ലേ? ഉടനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എനർജി ഓഫ് ഫോട്ടോൺ എത്രയാണ്? 6.6. ഇദ്ദേഹത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 1.6 × 10⁻⁻19 ഇൻറ്റു -10⁻⁻19 സാർ വെളിയിലോട്ട് എടുത്തു. 6.6 മൈനസ് 1.6 എത്രയായിരിക്കും? 5. ഇത്രയായിരിക്കും ആരുടെ കൈനറ്റിക് എനർജി? എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. നോക്കിയോ, = ½ mv² എത്ര കിട്ടും? 5 × 10⁻⁻19 ജൂൾ. നമ്മുടെ ചോദ്യം എന്താണ്? വി കണ്ടുപിടിക്കാനല്ലേ? ദ വെലോസിറ്റി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോൺ. ശരിയല്ലേ? ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. Therefore, v² = 2 × 5 × 10⁻⁻19 divided by 9 × 10⁻31. അപ്പോൾ എത്ര കിട്ടും അത്? 9 നമുക്ക് 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 10/9. ദിസ് ഓൾമോസ്റ്റ് ക്യാൻസൽ ഔട്ട് ആവുന്നു. അപ്പോൾ 10⁻31 മോളിൽ പോകുന്നു, ഈക്വൽ ടു 10⁻12 എന്ന് കിട്ടും ഏകദേശം. m²/s², v² ആണ്. ഓക്കെ, therefore v = ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? ഓൾമോസ്റ്റ് ഈക്വൽ ടു 10⁻6 m/s. പറഞ്ഞാൽ മനസ്സിലായോ? m/s.
ഓക്കെ, തേർഡ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഈ അപ്രോക്സിമേഷൻ എടുത്ത് എന്തുകൊണ്ടാണ്? കാരണം മറ്റ് ഓപ്ഷൻസുമായിട്ടൊന്നും അടുത്ത് വരുന്നില്ല, 3യുടെ ഒരു ടേംസ് ഒന്നും മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ എടുത്ത്. എവിടെ എടുക്കാൻ പറ്റുന്നു അവിടെ എടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം മാനേജ്മെൻറ്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 11 കാണാവോ? The maximum energy of photoelectrons emitted in a photocell is 2 electron volt. For no photoelectrons to reach the anode, the stopping potential must be. Stopping potential എന്തിന് ഈക്വൽ ആകുമ്പോഴാണ്? കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ ഈക്വൽ ആകുമ്പോഴാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പായി നിൽക്കുന്നത്. എവിടെ പോകാതെ? ആനോഡിൽ പോകാതെ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ, സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്താണ്? സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കെ ഇ മാക്സ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? ഇ ബി സീറോ ആയിരിക്കണം. ഇ ബി സീറോ, ദിസ് ഇസ് എ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി എന്തിനെ ബാലൻസ് ചെയ്യും? കൈനറ്റിക് എനർജിയെ ബാലൻസ് ചെയ്ത് നിർത്തും. സോ ദാറ്റ് ഇലക്ട്രോൺ വിൽ നോട്ട് റീച്ച് ദി ആനോഡ്. അതാണ് കണ്ടീഷൻ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ കെ ഇ മാക്സ്. അപ്പം ഇത് മൂവ് ചെയ്യാതിരിക്കണമെങ്കിൽ അതിന് തുല്യമായ എന്ത് കൊടുക്കണം? ഇലക്ട്രിക്കൽ എനർജി അപ്പോട്ട് സപ്ലൈ ചെയ്യാം. ഇ വി സീറോ. ചോദ്യം എന്താണ്? ദ മാക്സിമം എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇസ് 2 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ കെ ഇ മാക്സ് എത്രയാണ്? 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈക്വൽ ടു എന്താണ്? ഇ വി സീറോ. അങ്ങനെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വി സീറോ മസ്റ്റ് ബി ഈക്വൽ ടു എത്ര ആയിരിക്കും? 2 വോൾട്ട്. എത്ര വോൾട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ? 2 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ സ്റ്റോപ്പ് ചെയ്യാം? ആ ഇലക്ട്രോണിനെ ആനോഡിലെത്താതെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വി സീറോ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം എ മെറ്റൽ സർഫസ് is plotted along y-axis and the frequency mu of the incident light along x-axis. അപ്പം ഫ്രീക്വൻസി x-ആക്സിസിലാണ്. എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ? എവിടെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? നമ്മൾ എവിടെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? y-ആക്സിസിലാണ്. ദ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഒബ്റ്റെയിൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഇസ് ഗിവൺ ബൈ. നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനെ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ചോദ്യം. പറഞ്ഞാൽ മനസ്സിലായല്ലേ? അപ്പം നമുക്ക് നോക്കാം. കെ ഇ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ മ്യൂ സീറോ അല്ലേ? നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു എനർജി ഓഫ് ഫോട്ടോൺ മൈനസ് എന്താണ്? വർക്ക് ഫംഗ്ഷൻ. അല്ലെങ്കിൽ എഴുതാം കെ ഇക്ക് പകരം സാറിന് എന്ത് കൊടുക്കാൻ പറ്റും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കാമല്ലോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എനർജി ഇ വി സീറോ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും ഈ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി. മസ്റ്റ് ബി ഈക്വൽ ടു ഇതെന്താണ്? എച്ച് ന്യൂ മീൻസ് എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോൺ മൈനസ് ഇതെന്തായിരിക്കും? എച്ച് ന്യൂ സീറോ. ഇതെപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കുമല്ലോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് സാറ് ത്രൂ ഔട്ട് ഇ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി സീറോ ഈക്വൽ ടു എച്ച് മ്യൂ ബൈ ഇ മൈനസ് എച്ച് മ്യൂ സീറോ ബൈ ഇ എന്ന് കിട്ടി. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? അപ്പം നമുക്ക് ഇത് ഏത് ടേമിലാണ് കിടക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവർ മ്യൂ എന്ന് പറയുന്നതിനെ എവിടെയാണ്? എക്സിലാണ്. വി സീറോ എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ എവിടെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? വൈയിലാണ്. അപ്പോൾ സാർ ഇങ്ങനെ എഴുതിക്കോട്ടെ. ഇതിനെ ഏത് ഫോമിലോട്ട് മാറ്റാൻ പറ്റും നമുക്ക്? വി സീറോയെ സാർ വൈ എന്ന് എടുക്കുന്നു. വൈ ഈക്വൽ ടു എച്ച് ബൈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണ് അല്ലേ? എച്ച് ബൈ ഇ എന്ന് പറഞ്ഞാൽ സാർ എം എന്നെടുക്കുന്നു. വേർ എം ഈക്വൽ ടു എന്താണ്? എക്സ് ആക്സിസിൽ ആരെ എടുക്കണ്ടേ? ഫ്രീക്വൻസിയെ. ഈ മൈനസ് എച്ച് ന്യൂ സീറോ ബൈ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ് സി. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? വൈ ഈക്വൽ ടു എന്താണ്? എം എക്സ് പ്ലസ് സി. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പാണ് ഏത്? എം. അപ്പം നമുക്കറിയാം സ്ലോപ്പ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നുണ്ട്? എച്ച് ബൈ therefore Planck's constant h equal to എന്തെന്ന് എഴുതാം നമുക്ക്? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഇൻറ്റു എന്തെന്ന് എഴുതാം?
ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഇൻറ്റു ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ഇതായിരിക്കും എന്ത്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 13. ക്വസ്റ്റ്യൻ നമ്പർ 13. Lights of two different frequencies whose photons have energies 1.1 electron volt and 2.5 electron volt respectively successively illuminate a metal whose work function is 0.5. രണ്ട് പേരുടെ, അതായത് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ ഫോട്ടോൺസിൻ്റെ റെസ്പെക്റ്റീവ് എനർജീസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുടെ 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പിന്നെ രണ്ടാമത്തെ ആളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ 2.5 ഇലക്ട്രോൺ വോൾട്ടാണ്. ഡയറക്റ്റ് എനർജി തന്നിരിക്കുകയാണ്. രണ്ടുപേരുടെയും വർക്ക് ഫംഗ്ഷൻ എന്താണ്? 0.5 ഇലക്ട്രോൺ വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദെയർ മാക്സിമം സ്പീഡ്സ് എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. കൈനറ്റിക് എനർജി കെ ഇ മാക്സ് ഈക്വൽ ടു എന്താണ്? ഈ ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഈ ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഹാഫ് എം വി മാക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഈ ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ. ശരിയല്ലേ? ഈ ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കേസിൽ ആദ്യത്തെ ആളുടെ ഞാൻ 1 എന്ന് കൊടുക്കുക കേട്ടോ. ഹാഫ് എം ആദ്യത്തെ ഫ്രീക്വൻസിയിലാകുമ്പോൾ ആ ഫോട്ടോൺസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വി എത്ര എനർജി തന്നിരിക്കുന്നത്? 1 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പം 1 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി നമുക്ക് എനർജി തന്നിട്ടുണ്ട് 1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്, എനർജി തന്നിട്ടുണ്ട്, വർക്ക് ഫംഗ്ഷൻ ഡയറക്റ്റ് തന്നിരിക്കും. കാര്യം വളരെ എളുപ്പമാണ്. അപ്പോൾ എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി സാറ് ഫസ്റ്റിലത്തേന് V1 എന്ന് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? V1 എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്? ഇയാളുടെ എനർജി 1 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് വർക്ക് ഫംഗ്ഷൻ രണ്ടുപേരുടെ എത്രയാണ്? 0.5 ഇലക്ട്രോൺ. അപ്പോൾ ഹാഫ് എം V1 സ്ക്വയർ ഈക്വൽ ടു സാർ എന്തെന്ന് എഴുതാം? 0.5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ സെക്കൻഡ് കേസിൽ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി സ്പീഡിനെ സാർ V2 എന്ന് കൊടുക്കുന്നു രണ്ടാമത്തെ കേസിൽ. അപ്പോൾ അയാളുടെ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 ഇലക്ട്രോൺ വോൾട്ടാണ് ഇൻസിഡൻറ്റ് ഫോട്ടോയുടെ എനർജി. വർക്ക് ഫംഗ്ഷൻ അത് തന്നെയാണ്. എത്രയാണ്? 0.5 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഹാഫ് എം V2 സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഇലക്ട്രോൺ വോൾട്ട്. അത് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ഇടുമ്പോൾ V1 ബൈ V2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 0.5 ഡിവൈഡഡ് ബൈ 2. 0.5 എന്നാൽ 1/2. ശരിയല്ലേ? ഈക്വൽ എന്ത് കിട്ടും? 1/4. Therefore V1 by V2 ഈക്വൽ എത്ര കിട്ടും? 1/2. 1:2. അപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ V1:V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1:2 ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് ദ വർക്ക് ഫംഗ്ഷൻ ഫോർ 3 ഡിഫറെൻറ്റ് മെറ്റൽസ് A, B, C ഒന്ന് മാക്സിമൈസ് ചെയ്യാം. വായിക്കാൻ അവിടെ നിന്ന് പറ്റുമോ എന്നുള്ളതാണ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് 3 ഡിഫറെൻറ്റ് മെറ്റൽസ് A, B, C are WA, WB ആൻഡ് WC. വർക്ക് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ് തന്നിരിക്കുകയാണ്. റെസ്പെക്റ്റീവ്ലി വിത്ത് WA ഗ്രേറ്റർ ദാൻ WB ഗ്രേറ്റർ ദാൻ WC എന്ന് തന്നിട്ടുണ്ട്. ദ ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആൻഡ് ഫ്രീക്വൻസി mu for them would look like. ഇതിലേതായിരിക്കും എന്ത്? പ്ലോട്ട് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഒരു ഇക്വേഷൻ അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. നോക്കാം. നമുക്കറിയാം കെ മാക്സ് കെ ഈക്വൽ എന്താണ്? എനർജി ഓഫ് ഫോട്ടോൺ മൈനസ് എന്താണ്? വർക്ക് ഫംഗ്ഷൻ. കെ മാക്സ് എന്തിന് തുല്യമാണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, mu0 ഈക്വൽ ടു h nu മൈനസ് h mu0. Therefore mu0 ഈക്വൽ ടു എന്ത് കിട്ടും? h ബൈ ഈ mu മൈനസ് h mu0 ഡിവൈഡഡ് ബൈ, ശരിയല്ലേ? 0/. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇത് നോക്കി, ഇതെന്താണ്? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ വേറെ രീതിയിൽ
V0 ഈക്വൽ ടു എച്ച് ബൈ ഇ മ്യൂ മൈനസ് വർക്ക് ഫങ്ഷൻ ഡിവൈഡഡ് ബൈ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടാൽ അറിയാം പ്ലോട്ടിൽ, അതായത് പ്ലോട്ട് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ മ്യൂ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ എന്താണ്, ഇൻ്റർസെപ്റ്റാണ്. എന്താണ്? ഇൻ്റർസെപ്റ്റാണ്, ശരിയല്ലേ? ഇൻ്റർസെപ്റ്റ് കൂടുന്ന എപ്പോഴും എങ്ങനെയാണ്, W കൂടിക്കഴിഞ്ഞാൽ ഈ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് WA ഈസ് ഗ്രേറ്റർ ദാൻ WB ഗ്രേറ്റർ ദാൻ എന്താണ്, WC. അങ്ങനെയാണെങ്കിൽ എയുടെ പ്ലോട്ടിൻ്റെ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും, എയുടെ ഗ്രാഫിൻ്റെ ഇൻ്റർസെപ്റ്റ് ആയിരിക്കണം കൂടുതൽ, കാരണം WA ഈസ് ഗ്രേറ്റർ. സിയുടെ ഇൻ്റർസെപ്റ്റ് ആയിരിക്കണം കുറവ്, കാരണം സിയുടെ W ആണ്, വർക്ക് ഫംഗ്ഷൻ ആണെന്ത്, കുറവ്. അങ്ങനെ വരുന്ന ഗ്രാഫ് എയുടെ ഇൻ്റർസെപ്റ്റ് കൂടുതലും സിയുടെ ഇൻ്റർസെപ്റ്റ് മിനിമവും ആകുന്ന ഗ്രാഫ് ഏതാണ്? ഇതല്ലേ? ഇതാണ് എയുടെ ഇൻ്റർസെപ്റ്റ്, ഇതാണ് സിയുടെ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ എയുടെ ഇൻ്റർസെപ്റ്റ് കൂടുതലും സിയുടെ ഇൻ്റർസെപ്റ്റ് കുറവുമായിട്ടുള്ള ഏക ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്, ശരിയല്ലേ? പിന്നെ നമുക്കറിയാം ഈ ഗ്രാഫ് എങ്ങനെ ഇരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. എങ്ങനെ ആയിരിക്കണം? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. മിസ്റ്റർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു mx+c, ഓക്കെ, വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. എൻ്റെ സ്ലോപ്പ് എങ്ങനെ ആയിരിക്കും? ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചുള്ള ഗ്രാഫ് ഇത് രണ്ടെണ്ണമാണ്. ഇത് രണ്ടെണ്ണത്തിൽ തന്നെ ഇൻ്റർസെപ്റ്റിൻ്റെ കേസ് വരുമ്പോൾ സിയുടെ ഇൻ്റർസെപ്റ്റ് ഏക്കാൾ കുറവായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഏത് ഗ്രാഫാണ് കറക്റ്റ് എന്ന് പറയാം? ഈ സെക്കൻഡ് ഗ്രാഫാണ് കറക്റ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 15. An electron and proton have same de Broglie wavelength. The kinetic energy of electron is. അപ്പം തന്നിരിക്കുന്നു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോണും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോണും എന്താണ്? സെയിം ആണ്. നമുക്കറിയാം ലാംഡ ഈക്വൽ ടു എന്താണ്? h/p. or p ഈക്വൽ ടു എന്തെന്ന് എഴുതാം? h/λ. എഴുതരുതോ? h/λ നമുക്ക് എഴുതാം. നമുക്കറിയാം. ഇനിയും സാർ നോക്കട്ടെ, കൈനറ്റിക് എനർജി എനിക്ക് ഇങ്ങനെ എഴുതാമോ? കൈനറ്റിക് എനർജി ഈക്വൽ ടു p² എന്തെന്ന് എഴുതാം? 2m എന്ന് എഴുതാം. എഴുതാമല്ലോ, p² 2m. അപ്പോൾ p നമുക്കറിയാം h/λ ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ജനറൽ ഇക്വേഷൻ ആണ്. നമുക്ക് കൈനറ്റിക് എനർജിയാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. നോക്കിയോ, ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മൊമെൻറ്റം എത്രയായിരിക്കും? h² എന്താണ്? λe² ഇൻറ്റു 2 ഇൻറ്റു എന്തെന്ന് എഴുതാം? മാസ് ഓഫ് ഇലക്ട്രോൺ. ഇതായിരിക്കും എന്താ? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. പിക്ക് പകരം സാർ എന്ത് കൊടുത്തു എന്ന് മാത്രം? h/λ. p² ഈക്വൽ ടു h² λe². പുട്ട് ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? h² ഡിവൈഡഡ് ബൈ λp² ഇൻറ്റു 2 ഇൻറ്റു എന്താണ്? mp. ശരിയില്ലയോ? പക്ഷേ നമുക്കൊരു കണ്ടീഷൻ, നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഏതാ? ഇക്വേഷൻ നമ്പർ 1ഉം 2 കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു എന്ത് കിട്ടും? h² പോയി ഈക്വൽ ടു ഇദ്ദേഹം മോളി വരും അല്ലേ? λp² mp ഡിവൈഡഡ് ബൈ λe² എന്ത് കിട്ടും? me. ശരിയല്ലേ? ഇനി λp-യും λe-യും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതെന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ശരിയല്ലേ? അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടും കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു mp/m, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? കാരണം mp ഈസ് ഗ്രേറ്റർ ദാൻ me. ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് സാറിന് എങ്ങനെ എഴുതാം? ke ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? ke ഓഫ് പ്രോട്ടോൺ. ഏതാ ഓപ്ഷൻ? ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. 4th ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗർ റെപ്രസെൻറ്റ്സ് ദ വേരിയേഷൻ ഓഫ് പാർട്ടിക്കിൾ മൊമെൻറ്റം ആൻഡ് അസോസിയേറ്റഡ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്? നമുക്കറിയാം പാർട്ടിക്കിൾ മൊമെൻറ്റം p ഈക്വൽ ടു h/ എന്താണ്?
ലാംഡ. സോ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ലാംഡ. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒറ്റ ഗ്രാഫേ ഉള്ളത്. ഏതാണ്? പിയും ലാംഡയും തമ്മിലുള്ളത്. ഫോർത്ത് ഗ്രാഫ്. ശരിയല്ലേ? അപ്പോൾ അതാണ് 16. ഇനി അടുത്ത 17ാമത്തെ ചോദ്യം. In a concave mirror, if x1 and x2 are the distance of object and image, respectively from the focus, then the focal length of the mirror. The focal length എന്താണ്? ഏത് മിററാണ്? കോൺകേവ് മിററാണ്. ഓക്കെ, നോക്കിയോ. If a concave mirror of x1 and x2 are the distance of the focus, then length of the mirror. Suppose ഇതാണ് ഫോക്കൽ എന്നിരിക്കട്ടെ. ഇതാണ് x1. ഇതെന്താണ്? u. ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദി പോൾ. ശരിയാ, പോൾ ഓഫ് ദ മിറർ. അത് എത്രയാണ്? u ഈക്വൽ ടു. അപ്പോൾ u ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? f പ്ലസ് x1. ഇതൊരു കോൺകേവ് മിറർ ആയതുകൊണ്ട് സൈൻ കൺവെൻഷൻ വരുമ്പോൾ എന്ത് വരും? മൈനസ് എഫ് പ്ലസ്. കാരണം മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഇങ്ങനെയാണ് ഇൻസിഡൻറ്റ് വേവെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷനിൽ എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റ്സും എന്തായിരിക്കണം? സൈൻ കൺവെൻഷൻ പ്രകാരം നെഗറ്റീവ് ആയിരിക്കണം. പ്ലസ് x1. ഇനിയും അവർ പറയുന്നത് എന്താണ്? x2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്, x1 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ഫോക്കസ്, x2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഫ്രം ദ ഫോക്കസ്. സപ്പോസ് ഇമേജ് ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്യുന്നിരിക്കട്ടെ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? x2 ആണ്. Therefore, v, distance of the image from the pole of the mirror equal to v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? v equal to f plus എന്തായിരിക്കും? x2. f plus x2. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നേരെ മിറർ ഫോമുലയിലേക്ക് പോകാം. നമുക്കറിയാം 1/f equal to 1/v പ്ലസ് എന്താണ്? 1/v. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്തും വിയും യുവും എല്ലാം എന്താണ്? നെഗറ്റീവാണ്. എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് നോക്കിയോ, -1/f. കാരണം സൈൻ കൺവെൻഷനാണ്, എല്ലാം മിററിൻ്റെ ഈ സൈഡിലാണ് വരിക. വി യു എഫ് ഒക്കെ. ഓക്കെ, നോർമൽ കേസ് ഈക്വൽ ടു വി എത്രയാ? -1/f പ്ലസ് x2 -1/f പ്ലസ് യുവിന് പകരം x1. അപ്പോൾ നമുക്ക് 1/f ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്? 1/f പ്ലസ് x2 പ്ലസ് 1/f പ്ലസ് x1 എന്ന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? നോക്കിയോ, ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. 1/f ഈക്വൽ ടു f പ്ലസ് x2 ഇൻറ്റു f പ്ലസ് x1. f പ്ലസ് x1 ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? f പ്ലസ് x1 പ്ലസ് f പ്ലസ് x2. ശരിയല്ലേ? അപ്പോൾ ഈക്വൽ ടു ഇത് 2f പ്ലസ് x1 പ്ലസ് x2 എന്ന് കിട്ടുമല്ലോ, ഡിവൈഡഡ് ബൈ f പ്ലസ് x2 ഇൻറ്റു f പ്ലസ് x1. അപ്പോൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം സാർ. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പോവാം. f പ്ലസ് x2 ഇൻറ്റു f പ്ലസ് x1 ഈക്വൽ ടു എഫ് കൊണ്ട് ത്രൂ ഔട്ട് ഇപ്പുറത്തോട്ട് ഈ എഫ് ഇവിടെ വരുമല്ലോ. ഇത് നോക്കണ്ട, 1/f ഈക്വൽ ടു ദിസ് വൺ ആണ്. ഇപ്പോൾ ഈ എഫിനെ ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2f² പ്ലസ് എഫ് ഇൻറ്റു എന്ത് കിട്ടും? x1 പ്ലസ് x2. നോക്കാം, ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ f² പ്ലസ് x1 പ്ലസ് x2 ഇൻറ്റു എഫ് പ്ലസ് എന്ത് കിട്ടും? x1 x2 ഈക്വൽ ടു എത്ര കിട്ടും? 2f² പ്ലസ് എഫ് ഇൻറ്റു x1 പ്ലസ് x2. ഇതങ്ങ് ക്യാൻസലായിപ്പോയി. ഈ ഒരു f² അപ്പുറത്തോട്ട് പോകുമ്പോൾ 2f² മൈനസ് f² എന്ത് കിട്ടും? f². സോ f² ഈക്വൽ ടു എന്ത് കിട്ടി? x1 x2. Therefore f ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? റൂട്ട് ഓഫ് x1 x2. ആ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? റൂട്ട് ഓഫ് x1 x2. കേട്ടോ, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് കൂടിയാണ്, ഓർത്തിരിക്കുക. അപ്പം ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരിക? ഓപ്ഷൻ 3 കേട്ടോ, ഓപ്ഷൻ 3. ഇത് നമ്മുടെ റേ ഒപ്റ്റിക്സിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അപ് ടു ക്വസ്റ്റ്യൻ നമ്പർ 16. നൗ വി ഹാവ് എൻറ്റേഡ്
into the questions of ray optics. Now, നോക്ക, a fish in a pond of water, m തന്നിട്ടുണ്ട് 1.33, views the setting of sun. സൺസെറ്റ് കാണുകയാണ് ആര്? നമ്മുടെ ഫിഷ്. അക്കോർഡിംഗ് ടു ഫിഷ് ദ സൺ മേക്സ് ആൻ ആംഗിൾ ഓഫ്, സൺ ഏത് ആംഗിൾ ഉണ്ടാക്കുന്നതാണ്? വളരെ സിമ്പിളാണ്. നോക്ക്, ഇതാണ് നമ്മുടെ പോണ്ടെന്നിരിക്കട്ടെ, ഇത് നമ്മുടെ വാട്ടർ, ഇത് നമ്മുടെ ഫിഷ്. സൺ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സൺസെറ്റ് ആകുമ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ സൺ. അപ്പം ഇതിന് കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സാർ അങ്ങ് പറയാം, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നോക്കാം, ഇതിൽ കൂടി വരുന്ന ഒരു റേ എന്താണ്? ഇവിടെ എത്തണം, ശരിയല്ലേ? അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു റേ ഫിഷിലെത്തണം. അപ്പോൾ നമുക്ക് ഈ ഫിഷിനെ എവിടെ കാണാൻ പറ്റും? സണ്ണിനെ ഇവിടെ കാണാൻ പറ്റും, സൺസെറ്റ് കാണാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? ഇതാണ് സംഭവിക്കുന്നത്. ഇവിടുന്ന് വരുന്ന റേ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ ഫിഷിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഫിഷിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. തിരിച്ച് ചിന്തിക്കും, ഇതൊരു ഇൻസിഡൻറ്റ് റേ ആണ്. എന്താണത്? ഇതൊരു ഇൻസിഡൻറ്റ് റേ ആണ് ഫിഷിൽ നിന്നും. ഇതിനെന്ത് സംഭവിക്കുന്നു? ഇൻ്റർഫേസിൽ കൂടി റിഫ്ലക്ഷൻ നടക്കുന്നില്ല. ആ ട്രാവൽ എന്ത് സംഭവിക്കുന്നു? നോൺ റിഫ്രാക്റ്റഡ് റേ ആണ്. ഇറ്റ് ട്രാവൽസ് അലോങ് ദി ഇൻ്റർഫേസ്. അങ്ങനെ ആകണമെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ എന്തായിരിക്കണം? അപ്പം ഇതാണ് ഇൻസിഡൻറ്റ് റേ സങ്കല്പിക്കുക. ഈ ഇൻസിഡൻറ്റ് റേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം? ഈ ആംഗിളിൽ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ദാറ്റ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയാൻ വേണം, റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും. രണ്ടും എങ്ങനെ സംഭവിക്കും? അതെങ്ങനെ സഞ്ചരിക്കും? ഇൻ്റർഫേസിൽ കൂടി സഞ്ചരിക്കും. രണ്ട് മീഡിയത്തിൻ്റെ ഇൻ്റർഫേസിൽ കൂടി സഞ്ചരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ടാണെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ആ റേ എന്ത് ചെയ്യും? തിരിച്ചിഞ്ഞ് പോരും. അപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ റേ ഇൻ്റർഫേസിൽ കൂടി ട്രാവൽ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്രിട്ടിക്കൽ ആംഗിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ എന്താ ചോദിച്ചേക്കുന്നത്? സൺ മേക്സ് ആൻ ആംഗിൾ എത്ര? അതിൻ്റെ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.33. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് 1/μ ആണ് എന്താ? ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. Therefore, theta c equal to sin inverse എത്ര കിട്ടും നമുക്ക്? 1/1.33. ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം, ശരിയല്ലേ? അക്കോർഡിംഗ് ടു ഫിഷ് ദ സൺ മേക്സ് ആൻ ആംഗിൾ. സൺ മേക്സ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതെത്രയാണോ അത് തന്നെ ആയിരിക്കും ഇത്. നമുക്ക് കാണേണ്ടത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളാണ്. തന്നിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് 1/1.33 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48.6 ഡിഗ്രിയാണ്. ഇതായിരിക്കും ഏത്? ഈ ഫിഷും സണ്ണും തമ്മിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത്. സൺ മേക്സ് ആൻ ആംഗിൾ ഓഫ് വിത്ത് ദി ഹൊറൈസൺ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് സോഡിയം ലൈറ്റ് ഇൻ ഗ്ലാസ് if it is lambda a in air? The refractive index of glass തന്നിട്ടുണ്ട്. ലാംഡ മ്യൂ ജി തന്നിട്ടുണ്ട്. ഗ്ലാസ് എത്രയാണ്? 3/2. നമുക്കറിയാം മ്യൂ എയർ എത്രയാണ്? 1. ഓക്കെ, വാട്ട് വിൽ ബി ദി വേവ് ലെങ്ത് എന്നാണ് ചോദ്യം. നമുക്കറിയാം മ്യൂ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? C/V എന്ന് എഴുതാമോ?
സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, വി ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ പർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് മീഡിയം, C/V. അപ്പോൾ C/V ആണ്. അപ്പം നമുക്ക് ഗ്ലാസ് ആണ് നമ്മുടെ മീഡിയം, അദ്ദേഹത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, മ്യൂ ആണെന്നിരിക്കട്ടെ. CA നമുക്ക് വേണമെങ്കിൽ F ഇൻറ്റു ലാംഡ എയർ എന്ന് കൊടുക്കാമല്ലോ. ദറ്റ് ഇസ് എ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഏതാ സോഡിയം ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് ഇൻ എയർ, ലാംഡ എയർ ഡിവൈഡഡ് ബൈ വിക്ക് വരെ എന്ത് കൊടുക്കാം, F ഇൻറ്റു ലാംഡ ഇൻ ഗ്ലാസ്, ലാംഡ ഇൻ ഗ്ലാസ്. ശരിയല്ലേ? ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് സോഡിയം ലൈറ്റ് ഇൻ ഗ്ലാസ് എന്നാണ്. അപ്പോൾ എഫും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ മ്യൂ ഈക്വൽ ടു ലാംഡ എ ഡിവൈഡഡ് ബൈ ലാംഡ ഗ്ലാസ്. Therefore ലാംഡ ഗ്ലാസ്, ദാറ്റ് ഈസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്, ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, ലാംഡ എയർ ഡിവൈഡഡ് ബൈ മ്യൂ ഈക്വൽ ടു ലാംഡ എ ഡിവൈഡഡ് ബൈ 3/2 ഈക്വൽ ടു എത്ര കിട്ടും, 2 ലാംഡ എ ഡിവൈഡ് ബൈ 3. ഏതാണ് നമ്മുടെ ഓപ്ഷൻ? 2 ലാംഡ എ ഡിവൈഡഡ് ബൈ 3. മ്യൂ അല്ലേ, ബൈ മ്യൂ. ഓക്കെ, 3/2 തന്നെ അല്ലേ. 2 ലാംഡ എ ഡിവൈഡഡ് ബൈ 3. എഫ് ലാംഡ ഗ്ലാസ് ഈക്വൽ ടു ലാംഡ എയർ ബൈ മ്യൂ ഇസ് ഈക്വൽ ടു 3/2 ഈക്വൽ ടു 2 ലാംഡ എ ബൈ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. 20ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്, എ fish in water sees an object 24 centimeter above the surface of water എന്നാണ്. The height of object above the surface of water that will appear to fish is apparent height ആണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം let h ആണെന്നിരിക്കട്ടെ, h be the height of the object from the surface of water. എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ആസ് ഒബ്സർവ്ഡ് ബൈ ഫിഷ്. നമുക്കറിയാം എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച് ഇൻറ്റു μ2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, μ1. μ2 ഡിവൈഡഡ് ബൈ μ1. അതിൽ μ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഓഫ് ഫിഷ്. μ2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഓഫ് ഒബ്ജക്റ്റ്, മീഡിയം ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്, എ ഫിഷ് ഇൻ വാട്ടർ സീസ് ആൻ ഒബ്ജക്റ്റ് 24 സെൻറ്റിമീറ്റർ എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ എച്ച് ഡാഷ് തന്നിട്ടുണ്ട്, എത്രയാണ്, 24 സെൻറ്റിമീറ്റർ എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ. The height of object above the surface of water that will appear to fish. ചോദ്യം ഫിഷ് ഇൻ വാട്ടർ സീൻ ബൈ എച്ച്. ഓക്കെ, അപ്പോൾ എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് ഡാഷ് ഈക്വൽ ടു 24 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫിഷ് ഇൻ വാട്ടർ സീസ് ആണ് ഒബ്ജക്ട്. ഓക്കെ, സി ഇത് കാണുന്ന എച്ച് ഡാഷ് ആണ് 24 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് above the surface of water that will appear to fish എന്നാണ്. അപ്പോൾ നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് ഈക്വൽ ടു μ2 എത്രയാണ് തന്നിട്ടുണ്ടോ, μ2 ഈക്വൽ ടു 4/3. μ1 ഈക്വൽ ടു എത്രയാണ്, μ1 ആണ് 4/3, കാരണം μ2 എന്ന് പറഞ്ഞ എയറിലാണ്. അപ്പോൾ μ1 ഈക്വൽ ടു 4/3. μ2 എത്രയാണ്, 1. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടും μ2 ഈക്വൽ ടു എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച് ഇൻറ്റു 1 ബൈ എത്ര കിട്ടി, 4/3 ഈക്വൽ ടു 3h ബൈ എന്ത് കിട്ടി, 4. 3h/4. അപ്പോൾ എച്ച് ഡാഷ് നമുക്കറിയാം, എച്ച് ഡാഷ് എത്രയാ, 24. Therefore 24 ഈക്വൽ ടു 3h/4 എന്നാണ്. Therefore h ഈക്വൽ ടു 24 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ എത്രയാണ്, 3 ഈക്വൽ എത്ര കിട്ടും, 32 സെൻറ്റിമീറ്റർ. അപ്പോൾ യഥാർത്ഥത്തിൽ അത് 32 സെൻറ്റിമീറ്റർ മുകളിലായിരുന്നു, പക്ഷേ ഫിഷിന് അപ്പിയർ ചെയ്യും, എന്തുകൊണ്ട്, റിഫ്രാക്ഷൻ കൊണ്ട്. അത് എത്രയായിരുന്നു, 24 സെൻറ്റിമീറ്റർ വാട്ടർ ലെവലിൽ നിന്നും 24 സെൻറ്റിമീറ്റർ മുകളിലാണ് അപ്പിയർ ചെയ്യും. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച് ഇൻറ്റു μ2 ഡിവൈഡഡ് ബൈ μ1. എന്നിട്ട് ഈ റിലേഷൻസ് കൂടി
അറിഞ്ഞിരിക്കുക എന്താണ് μ1 എന്താണ് μ2. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരിക? 32%. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Green light has a speed of 3 × 10⁸ meter per second in air. The speed of glass of refractive index 1.5 will be. നമുക്കറിയാം V ഈക്വൽ ടു എന്താണ്? C/μ ആണ്. C നമുക്കറിയാം 3 × 10⁸. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 1.5. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദാറ്റ് ഗ്രീൻ ലൈറ്റ് ഇൻ ദാറ്റ് ഗ്ലാസ് വിൽ ബി എത്ര കിട്ടും? 2 × 10⁸ meter per second. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ മീഡിയത്തിലുള്ള ലൈറ്റ് സ്പീഡ് നമുക്ക് കിട്ടും. എത്രയാണ്? 2 × 10⁸ meter per second. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22. A clock having marks instead of numbers on its dial appears to indicate 4:35 when viewed in a mirror. What is the correct time? അപ്പോൾ നമ്മൾ ഒരു ക്ലോക്കിനെ നമ്മൾ മിററിൽ കൂടെ നോക്കിയപ്പോൾ അത് 4:35 ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്ച്വൽ ടൈം എത്രയാണെന്നാണ് ചോദ്യം. 4:35 എന്ന് പറയുന്നത് മിറർ ഇമേജ് ആണ്. എന്തിൻ്റെ മിറർ ഇമേജ് ആണെന്ന് നോക്കിയാൽ മതി ഇല്ലേ? 4:35 എന്ന് പറയുമ്പോൾ this is 6, this is 12, this is 3, this is 9. ഇതായിരിക്കുമല്ലോ 4:35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയല്ലേ? ഇതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും? ഇതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും? നോക്കിക്കോ. ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതാവില്ലേ? ആംഗിളിൻ്റെ ഇൻവേർഷൻ സംഭവിക്കണം. ശരിയല്ലേ? ഇത് എത്രയാണോ ആംഗിൾ ആ അത്ര ആംഗിൾ ഇവിടെ വരണം. ഇത് നേരെ 35-ലാണെങ്കിൽ ഇതെന്ത് സംഭവിക്കും? നേരെ ഇങ്ങോട്ട് വരും. അപ്പം ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ ഏതാണ്? 7:25 ആണ്. അതിനെ മിററിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണും? 4:35. ക്ലിയർ ആയോ? 7:25 ആയിരുന്നു നമ്മൾ മിററിൽ കൂടെ നോക്കിയപ്പോൾ ക്ലോക്കിൻ്റെ എങ്ങനെ കാണിച്ചത്? 4:35 ആയിട്ട് കാണിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം. 23. A plane mirror is approaching you at 10 centimeter per second. You can see your image in it. At what speed will your image approach? അത് റിലേഷൻ അറിയാം നമുക്ക്. ഇതൊരു മിററാണ്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മിറർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി u. Then the image will be moving with a velocity എത്രയായിരിക്കും? 2u. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് സ്റ്റാറ്റിക് മിററാണ്. ഒബ്ജക്റ്റ് യുവിൽ മൂവ് ചെയ്താലും ഇമേജ് എങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും? നമുക്ക് 2u സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് മിറർ മൂവ് ചെയ്താലും ഇമേജ് എങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും? 2u സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് മിറർ മൂവ് ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്റ്റിന് ഇമേജ് ഏത് സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും? 2 × u, അതായത് 2 × 10 എത്രയാത്? 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 24. 24ാമത്തെ ചോദ്യം. എ മോട്ടോർ കാർ ഈസ് ഫിറ്റഡ് വിത്ത് എ കോൺവെക്സ് ഡ്രൈവിംഗ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. കോൺവെക്സ് ആണ്. അപ്പോൾ F = +20 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് സെക്കൻഡ് മോട്ടോർ കാർ 2 മീറ്റർ ബ്രോഡാണ് ആൻഡ് 21.6 മീറ്റർ ഹൈ ആണ് ആൻഡ് 6 മീറ്റർ എവേ ഫ്രം ദ ഫസ്റ്റ് കാർ. നമുക്കത് മാത്രം നോക്കിയാൽ മതി. നമ്മളിൽ നിന്നും പുറകിൽ എത്ര ദൂരം അകലെയാണ്? എവിടെയാണ്? u. നമ്മുടെ ഒരു കാർ നമ്മുടെ കാറിന് പുറകിലാണ്. എത്രയാണത്? u = 6 മീറ്റർ. എത്രയാണ്? 600 സെൻറ്റിമീറ്റർ. നമ്മളെല്ലാം സെൻറ്റിമീറ്ററിൽ എടുക്കും. പക്ഷെ നമ്മുടെ മിററിൻ്റെ പുറകിലാണെന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൽ u എന്തായിരിക്കും? കോൺവെക്സ് മിററിൽ u എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ മിറർ ഇതാണ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ മിററാണ് ഇത്. അപ്പോൾ പുറകിൽ വരുന്ന കാർ എന്ന് പറഞ്ഞാൽ ഇമേജ് എവിടെയാണ്? ഈ സൈഡിലാണ്. ശരിയല്ലേ? ഈ സൈഡിലായതുകൊണ്ട് u എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ്. പക്ഷേ കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എപ്പുറത്താണ്? പോളിൻ്റെ റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഫോക്കസ്
പോസിറ്റീവാണ്. ഇമേജ് ഫോം ചെയ്യുന്നതും എവിടെയാണ്? ഈ സൈഡിലാണ്. അതുകൊണ്ട് ഇമേജ് വി എന്ന് പറയുന്നതും പൊസിഷൻ ഓഫ് ഇമേജ് ഫ്രം ദ പോൾ വി ഈസ് ആൾസോ പോസിറ്റീവ്. നോർമൽ കേസ് കോൺവെക്സ് ലെൻസിനാണ്. അപ്പോൾ ഇത് കിട്ടി. ദ പൊസിഷൻ ഓഫ് ദ സെക്കൻഡ് കാർ ആർ സീൻ ഇൻ മിറർ ഓഫ് ദ ഫസ്റ്റ് കാർ. നമുക്കറിയാം 1/f ഈക്വൽ ടു എന്താണ്? 1/v പ്ലസ് 1/u. നമുക്ക് 1/v ആണ് കാണേണ്ടത്. 1/v ഈക്വൽ ടു 1/f മൈനസ് എന്താണ്? 1/u ഈക്വൽ ടു -20 മൈനസ് 1/-600 ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 1/20 പ്ലസ് 1/600. ശരിയല്ലേ? 1/600 ഈക്വൽ ടു എത്ര കിട്ടും നമുക്കത്? 30 + 1 31 അല്ലേ? 31/600 എന്ന് കിട്ടും. 31/600. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? വി ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 31. 600 ഡിവൈഡ് ബൈ 31 എത്രയാണോ അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 31 ചിലപ്പോൾ അറൗണ്ട് 20 അല്ലേ? അറൗണ്ട് 20 അടുത്തുള്ള ഓപ്ഷൻ ഏതാണ്? 20 അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 19.4 ആണ് അല്ലേ? 19.4 ഇതായിരിക്കും കറക്റ്റ് ആൻസർ. 19.4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഈ മിററിൻ്റെ അതർ സൈഡ്, ബിഹൈൻഡ് ദ മിറർ. വി പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതർ സൈഡിലായിരിക്കും അത് ഫോം ചെയ്യുക. മിററിൻ്റെ പോളിൽ നിന്നും എത്ര ദൂരം അകലെയായിരിക്കും? 19.4 സെൻറ്റിമീറ്റർ അകലെ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 25. A monochromatic beam of light passes from a denser medium to rarer medium. As a result, നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വെലോസിറ്റി എന്ത് ചെയ്യും? നമുക്കറിയാം വി ഈക്വൽ ടു എന്താണ്? c/μ ആണ്. വി ഈക്വൽ ടു c/μ. ശരിയല്ലേ? മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണ്, പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് പറയാം. ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണ് ലൈറ്റ് വന്നിരിക്കട്ടെ. ഗ്ലാസ് ഡെൻസർ മീഡിയം ആണ്, എയർ എന്താണ്? റെയർ മീഡിയം ആണ്. ശരിയല്ലയോ? എയറിലെ സ്പീഡ് എന്ന് പറയുന്നത് c ആണ്, പക്ഷേ ഗ്ലാസ്സിലെ സ്പീഡ് എന്ന് പറയുന്നത് v ഈക്വൽ ടു c/μ ആണ്. മ്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 1 ആണ്. ശരിയല്ലയോ? അപ്പോൾ നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. അതായത് c/μ. ആസ് മ്യൂ ഡിക്രീസസ്, ഇവിടെ മ്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി എന്ത് ചെയ്യും? കൂടും. അതാണ്. അപ്പം മ്യൂ ഡിക്രീസ് ചെയ്യുന്നു, ഡെൻസറിൽ നിന്ന് റെയറത്തിലോട്ട് പോകുന്നു, വി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഫോർത്ത് ഓപ്ഷൻ. An image of half the size of a real image of half the size is obtained in a concave spherical mirror with a radius of curvature 40. കോൺകേവ് മിററാണ്. റേഡിയസ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റർ. ഓക്കെ, 20 സെൻറ്റിമീറ്റർ. ദ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ഇമേജ് വിൽ ബി. ഇമേജ്, റിയൽ ഇമേജ് ഓഫ് ഹാഫ് ദ സൈസ്. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു v/u ഈക്വൽ ടു എത്രയാണ്? 1/2. Therefore v ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട് നമുക്ക്? ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ഇമേജ്. ഓക്കെ, u ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2v കിട്ടി. u ഈക്വൽ ടു 2v. നമുക്കറിയാം മിറർ ഇക്വേഷൻ 1/f ഈക്വൽ ടു 1/u പ്ലസ് എന്താണ്? 1/v. ഇത് കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ ആകുമ്പോൾ എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ നമുക്കറിയാം 1/20 ഈക്വൽ ടു 1/u മൈനസ് 1/20 ഈക്വൽ ടു മൈനസ് 1/u മൈനസ് എന്താണ്? 1v. യുവിന് പകരം 2v കൊടുക്കുന്നു. യുവിന് പകരം 2v ഇട്ട് കൊടുക്കുന്നു. നമ്മളിവിടെ കണ്ടു മാഗ്നിഫിക്കേഷൻ 1/2 ആയതുകൊണ്ട് u ഈക്വൽ ടു 2v. അപ്പോൾ എല്ലാം മൈനസാണ്, അതുപോലെ ക്യാൻസലായി പോകത്തില്ലേ? ക്യാൻസലായി പോയി കഴിയുന്നതാണ് 1/20 ഈക്വൽ ടു 1/2v മൈനസ് എന്ത് കിട്ടും? ഈക്വൽ ടു 1/20 ഈക്വൽ ടു 2v പ്ലസ് 1 എന്ന് വരും അല്ലേ? എല്ലാം മൈനസും ക്യാൻസൽ 2v പ്ലസ് 1. അപ്പോൾ 2v ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്? 1 + 2 3/2v. Therefore v ഈക്വൽ ടു എത്ര കിട്ടും?
30 സെൻറ്റിമീറ്റർ. വി 30 സെൻറ്റിമീറ്റർ കിട്ടിയാൽ യു എത്ര കിട്ടും? 60 സെൻറ്റിമീറ്റർ കേട്ടോ. 30 സെൻറ്റിമീറ്റർ യു ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ. ഏതാ ഓപ്ഷൻ വരുന്നത് നമുക്ക്? ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് 60 വരും ആൻഡ് ഇമേജ് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. റൈറ്റ്. Critical angle for total internal reflection from the medium to vacuum is 30 degree. The velocity of light in the medium. Critical angle തന്നിട്ടുണ്ട്. എത്രയാ തീറ്റ സി? 30 ഡിഗ്രി. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് 1/μ ഈക്വൽ ടു എത്രയാണ്? അല്ലെങ്കിൽ തിരിച്ചങ്ങ് എഴുതാം. സൈൻ തീറ്റ സി ഈക്വൽ ടു എന്താണ്? 1/μ അല്ലേ? Therefore സൈൻ 30 ഈക്വൽ ടു 1/μ. കിട്ടി 1/2 അല്ലേ? സൈൻ 30. മ്യൂ എന്ത് കിട്ടി? 2 കിട്ടി. മ്യൂ ഈക്വൽ ടു 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? മ്യൂ ഈക്വൽ ടു 2 കിട്ടി. ഇനിയിപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ ദ മീഡിയം. നമുക്കറിയാം വെലോസിറ്റി ഓഫ് ദ മീഡിയം ഈക്വൽ ടു എന്താണ്? c/μ ആണ്. c 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ എത്ര കിട്ടും? 1.5 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് ഇസ് ദ ഓപ്ഷൻ. അടുത്തത്, a point object is at a height x above the surface of water of refractive index 4/3 in a lake. Okay. A fish inside the lake observe the point object at a height 32 centimeter from the surface of water. The value of x. നേരത്തെ ചോദിച്ചതിൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യമാണ്. ഓക്കെ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് as seen by fish equal to സാർ എന്തെടുക്കുന്നു? എക്സ് ഡാഷ്. എക്സ് ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കണം? എക്സ് ഇൻറ്റു μ2 ഡിവൈഡഡ് ബൈ എന്താണ്? μ1. μ2 ഡിവൈഡഡ് ബൈ എന്താണ്? μ1 ആണ്. അപ്പോൾ therefore എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒബ്ജക്റ്റ് ഹൈറ്റിലാണ്. വാല്യൂ ഓഫ് എക്സ് കാണാൻ. ദ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് എച്ച് എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3. അപ്പം മ്യൂ നമുക്കറിയാം 4/3 ആണ്. എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് ഇൻറ്റു μ1 ബൈ μ2. ശരിയല്ലേ? അപ്പോൾ എക്സ് ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പോയിന്റ് ഒബ്ജക്റ്റ് അറ്റ് എ ഹൈറ്റ് 32 സെൻറ്റിമീറ്റർ ഫ്രം ദ സർഫസ് ഓഫ് ദി വാട്ടർ. അപ്പോൾ എക്സ് ഡാഷിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 32 ആണ്. 32 ഇൻറ്റു μ1 എന്ന് പറഞ്ഞാൽ എന്താണ്? μ1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ഫിഷ് അപ്പിയേഴ്സ്. അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 3/4. ദിസ് 1 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ ഇത് മോളിൽ വരുമ്പോൾ 32 ഇൻറ്റു 4/3. ശരിയല്ലേ? μ1 എന്ന് പറയുന്നത് 3/4 ആണോ? ശരി ശരി. μ1 ഈസ് μ1 നമ്മൾ തിരിച്ചായാലും അല്ലേ? μ1 ഈക്വൽ ടു 32 ഇൻറ്റു 3/4 ഡിവൈഡഡ് ബൈ എന്താണ്? 1. അപ്പോൾ 32 μ1 ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് ലിക്വിഡ്, ദ ലേക്ക് വാട്ടർ അല്ലേ? 3/4 ഈക്വൽ ടു എത്ര കിട്ടും? 488 × 3 ഈക്വൽ ടു 24. ഈക്വൽ ടു എത്രയായിരിക്കും? 24 സെൻറ്റിമീറ്റർ. നേരത്തെ ചെയ്തതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്പർ 29. A dentist has a small concave mirror of focal length 16 mm. Focal length തന്നിട്ടുണ്ട് എത്രയാണ്? 16 mm ആണ്. He views the decay, a cavity in the tooth of patient by holding the mirror at a distance of 8 mm from the cavity എന്നാണ്. അപ്പോൾ ക്യാവിറ്റിയാണ് എന്ത്? ഒബ്ജക്റ്റ്. അത് മിററിൽ നിന്നും എത്ര ദൂരെ അകലെയാണ്? 8 mm. അപ്പോൾ യു ഈക്വൽ ടു, ഇത് കോൺകേവ് ആയതുകൊണ്ട് എല്ലായിടത്തും മൈനസ് കൊടുക്കുക. യു എന്ന് പറയുന്നത് -8 എന്നാണ്. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാൻ നമുക്ക് എന്ത് വേണം? വി വേണം. വേണ്ടേ? അപ്പോൾ നമുക്കറിയാം 1/f ഈക്വൽ ടു 1/v പ്ലസ് എന്താണ്? 1/u. അപ്പോൾ 1/u ഇതെല്ലാം കോൺകേവ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഇത് -1/16 ഈക്വൽ ടു -1/v -1/8. അപ്പോൾ 1/v ഈക്വൽ ടു എന്ത് കിട്ടും? 1/16 -1/8.
1/16 മൈനസ് 1/8 ഈക്വൽ ടു എത്ര കിട്ടുന്നുണ്ട്? -1/16 എന്ന് കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നുണ്ട്? 1/16. ശരിയല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് 1 - 2/16 -1/16. Therefore V ഈക്വൽ ടു എത്ര കിട്ടും? -16 millimeter. അപ്പോൾ വി കിട്ടി, യു കിട്ടി. മാഗ്നിഫിക്കേഷൻ കാണാമല്ലോ. എം ഈക്വൽ ടു എന്താണ്? V/U. വി എത്രയാണ്? 16. യു എത്രയാണ്? 8. എത്ര കിട്ടും? 2. മാഗ്നിഫിക്കേഷൻ ഈസ് 2. ഓപ്ഷൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 30. A convex mirror at a focal length F produces an image 1/nth of the size of the object. അപ്പം M ഈക്വൽ ടു V/U ഈക്വൽ ടു എന്താണ്? 1/nth ആണ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ. നമുക്ക് V ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ല, U ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് എന്ത്? ഫോക്കൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് V ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്? U/n എന്ന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? നമുക്കറിയാം 1/F ഈക്വൽ ടു 1/V പ്ലസ് 1/U. അപ്പോൾ 1/F ഈക്വൽ ടു വിക്ക് പകരം സ്ഥലം കൊടുക്കുന്നു 1/V. 1/V എന്ന് പറയുമ്പോൾ U/N/U എന്ന് വരും. ശരിയല്ലേ? N/U മൈനസ് 1/U. കാരണം കോൺവെക്സ് മിററിന് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പോൾ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് U എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിട്ട് എടുക്കുന്നു. എടുത്ത് കഴിഞ്ഞുകൊണ്ട് എന്ത് കിട്ടും നമുക്ക്? 1/F ഈക്വൽ ടു N-1 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? U കിട്ടി. N-1 ഡിവൈഡഡ് ബൈ U. Therefore U ഈക്വൽ ടു എന്ത് കിട്ടും? F ഇൻറ്റു N-1. ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇതൊന്നുമില്ല, ജസ്റ്റ് പറയാനേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ ഡയമണ്ട് ഗ്ലാസ് ആൻഡ് വാട്ടർ ഡിക്രീസസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം മ്യൂ ഡയമണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ ഗ്ലാസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? മ്യൂ വാട്ടർ. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് ഡയമണ്ട് വിൽ ബി ലെസ്. വെലോസിറ്റി ഓഫ് ഗ്ലാസ് വിൽ ബി ലെസ് ദാൻ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് വാട്ടർ. ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 32. A point object is placed at a distance 30 cm in front of a convex mirror of focal length 30 cm. The image will form. അപ്പോൾ ഇതിൽ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. V ഈക്വൽ ടു, അതായത് ഒബ്ജക്റ്റ് U തന്നിട്ടുണ്ട്. U ഈക്വൽ ടു എത്രയാണ്? -30 cm. കോൺവെക്സ് ആയതുകൊണ്ട് U എന്താണ്? മൈനസ് ആണ്. ഫോക്കൽ ലെന്ത് എന്ത് തന്നിട്ടുണ്ട്? +30 cm. വാട്ട് ഈസ് V? നമുക്കറിയാം 1/F ഈക്വൽ ടു മിറർ ഫോർമുല 1/V പ്ലസ് എന്താണ്? 1/U. Therefore 1/V ഈക്വൽ ടു 1/F മൈനസ് 1/U. ശരിയല്ലേ? -1/U. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 32 അല്ലേ? 32. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേ ഓപ്റ്റിക്സിലോട്ട് കയറാം. ഓക്കെ, F ഈക്വൽ ടു എത്രയാണ്? 1/30 മൈനസ് 1/-30 ഈക്വൽ എത്ര കിട്ടും? 2/30 ഈക്വൽ ടു 1/15. 1/V ഈക്വൽ ടു 1/15. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫ്രം ദി മിറർ ഈക്വൽ എത്ര കിട്ടും? 15 cm. 15 cm ആയിരിക്കും. അത് ആ മിററിൻ്റെ ബിഹൈൻഡ് ദ കോൺവെക്സ് മിറർ ആയിരിക്കും എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. An observer moves towards a plane mirror with a velocity 5 m/s. The velocity with which is image. സാർ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒബ്ജക്റ്റ് മിററിൻ്റെ അടുത്തോട്ട് പോയാലും മിറർ ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് വന്നാലും ഇമേജും എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റുമായിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2u ആയിരിക്കും. ഡബിൾ ദ സ്പീഡ് ഓഫ് ദി എയ്തർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 m/s ആര് മൂവ് ചെയ്യുന്നത്? ഒബ്സർവർ ടുവേർഡ്സ് ദ മിറർ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 10 m/s ആയിരിക്കും. എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. 10 m/s. റിലേറ്റീവ് വെലോസിറ്റി. ഒരു വെലോസിറ്റി അങ്ങോട്ടാണ്, ഒരു വെലോസിറ്റി ഇങ്ങോട്ടാണ്. രണ്ടുപേരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്താവും? ആഡപ്പ് ആവും. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദി ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 2u ആയിരിക്കും. ദാറ്റ് ഈസ് 2 × 5, ദാറ്റ് ഈസ് 10. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. ഇതിനെയും വേവ് ഓപ്റ്റിക്സിൻ്റെ ഭാഗങ്ങളാണ് ഈ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്.
A single slit diffraction pattern is obtained using a beam of red light. What happens if the red light is replaced by blue light? നമുക്കറിയാം ലാംഡ റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് ലാംഡ ബ്ലൂ, ശരിയല്ലേ? ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ സെൻട്രൽ മാക്സിമ അല്ലെങ്കിൽ ആംഗുലാർ വിഡ്ത്ത്, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വിഡ്ത്ത് ലാംഡ ബൈ ആണ്. സെൻട്രൽ മാക്സിമയുടേത് എന്ന് പറഞ്ഞാൽ എത്ര വേണം? 2 ലാംഡ ബൈ. വാട്ട് എവർ ആംഗുലാർ വിഡ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ലാംഡയാണ്. നമ്മൾ റെഡ് ലൈറ്റ് മാറ്റി ബ്ലൂ ലൈറ്റ് ആക്കുമ്പോൾ ലാംഡ കുറയും. വേവ് ലെന്ത് കുറയുന്നു. വേവ് ലെന്ത് കുറയുമ്പോൾ ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഈച്ച് മിനിമ, സെക്കൻഡറി മിനിമ ആൻഡ് ഈച്ച് സെക്കൻഡറി മാക്സിമ വിൽ ഡിക്രീസ് ഇൻക്ലൂഡിങ് സെൻട്രൽ മാക്സിമ. ലാംഡ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം വിഡ്ത്ത് കുറഞ്ഞിട്ട് അത് കൂടുതൽ ക്ലോസറായിട്ട് വരും. ആ പാറ്റേൺ നാരോവറായിട്ട് വരും. അതേതാണ് ഓപ്ഷൻ? ഡിഫ്രാക്ഷൻ ഫ്രിഞ്ച് ബിക്കം നാരോവർ ആൻഡ് ക്രൗഡഡ് ടുഗദർ. ലാംഡ കുറഞ്ഞാൽ അവരുടെ ആംഗുലാർ സെപ്പറേഷൻ, ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദി മാക്സിമ ആൻഡ് മിനിമ ഇൻക്ലൂഡിങ് സെൻട്രൽ മാക്സിമ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 35. Young's double slit experiment is first performed in air and then in a liquid. It is observed that the 10th bright fringe in liquid is replaced by 8th dark fringe in air. അപ്പോൾ 10ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് എയറിലെ അല്ല 10th ബ്രൈറ്റ് ഫ്രിഞ്ച് 8th ഡാർക്ക് ഫ്രിഞ്ച് ഇൻ എയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രിഞ്ച് എടുത്ത് കുറയുമ്പോൾ 10ാമത്തെ ഡാർക്ക് ഫ്രിഞ്ച് ലിക്വിഡിലും വരുന്ന പൊസിഷനിലാണ് 8th ഡാർക്ക് ഫ്രിഞ്ച് ഇൻ എയറിൽ വരുന്നത്. ഒരു റിഫ്രാക്റ്റീവ് മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഞ്ച് എടുത്ത് കുറയും. അപ്പോൾ ഹയർ ഓർഡർ ഫ്രിഞ്ച് ആയിരിക്കും എവിടെ റീപ്ലേസ് ചെയ്യുന്നത്? ആരെ? എയറിലുള്ള ഫ്രിഞ്ച്. അത്രയും ഓർത്തിരിക്കുക. നമുക്കറിയാം Y10 10ാമത്തെ ആരാണ്? റിഫ്രാക്റ്റീവ് മീഡിയത്തിലെയാണ്. ഓക്കെ, ഡി ലാംഡ ഡാഷ്. ആ റിഫ്രാക്റ്റീവ് മീഡിയത്തിലെ വേവ് ലെങ്ത് സാർ ലാംഡ ഡാഷ് എന്ന് എടുക്കുന്നു. ഡി ലാംഡ ഡാഷ് എത്രയാണ് വരിക? 10. ഡി ലാംഡ ഇതായിരിക്കുമല്ലോ പൊസിഷൻ ഓഫ് ദി 10th ബ്രൈറ്റ് ഫ്രിഞ്ച് ഇൻ ദാറ്റ് ലിക്വിഡ് ഫ്രം ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇതാണ് 10 ഡി ലാംഡ ഡാഷ് ഡിവൈഡഡ് ബൈ ഡി. ഇനി അതേ പൊസിഷനിൽ തന്നെയാണ് ആരുള്ളത്? 8th ഡാർക്ക് ഫ്രിഞ്ച്. ഇത് ലിക്വിഡിൽ 10ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും ഷെയറിൽ വെച്ച് കഴിഞ്ഞാൽ 8ാമത്തെ ഡാർക്ക് ഫ്രിഞ്ചും ഒരേ പൊസിഷനിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ 8ാമത്തെ ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ കണ്ടീഷൻ എന്താണ്? n-12 ലാംഡ, ശരിയല്ലേ? n-12 ലാംഡയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ 8ാമത്തെയാണ്. അപ്പോൾ എന്നിന് പകരം എന്ത് കൊടുക്കണം? 8 minus half into d lambda divided by എന്ത് കിട്ടും? ഇതാണ് പൊസിഷൻ ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? n-12 d lambda divided by d ആണ് nth ഡാർക്ക് ഫ്രിഞ്ച് ഇൻ YDSC, ദാറ്റ് ഈസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 8ാമത്തെയാണ്. ഏത്? ഡാർക്ക് ഫ്രിഞ്ച്. എവിടെയാണ്? എയറിലായിരിക്കുമ്പോൾ അതിൻ്റെ വേവ് എന്ത് സാർ എന്തെടുത്തു? ലാംഡ. പക്ഷെ തന്നിട്ടുണ്ട് ഈ 2 പോയിന്റുകളും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ LHS മാച്ച് ചെയ്യുമ്പോൾ എല്ലാ RHS മാച്ച് ചെയ്യിക്കാൻ പോകട്ടോ. 8 - half എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 7.5. അപ്പോൾ ഇതിനെ RHS ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 10 ലാംഡ ഡാഷ് ഈക്വൽ ടു 7.5 ലാംഡ. Therefore ലാംഡ ബൈ ലാംഡ ഡാഷ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 7.5. 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4/3 എന്ന് വരും. ശരിയല്ലയോ? 4/3 ലാംഡ ഡാഷ് എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ മ്യൂ അല്ലേ? ലാംഡ ബൈ മ്യൂ. Therefore മ്യൂ ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 4/3. എത്ര കിട്ടും? 4/3. ഇതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 36. The ratio of intensity at the center of a bright fringe to the intensity at the point distant 1/4 of the distance between the two successive bright fringe will be. ചോദ്യം എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ ബ്രൈറ്റ് ഫ്രിഞ്ച്, ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് അല്ലേ? അവർ പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ജനറൽ ഇക്വേഷൻ ഫോർ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു 4I0 cos² 5/2 ആണ്. 5 ഈസ് ദി ഫേസ് ഡിഫറൻസ്.
സെൻറ്ററിൽ എത്തുമ്പോൾ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ സെൻറ്ററിലുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4I0. ഇനിയും പറയുന്നു, ഇവിടെ നിന്ന് മാറി പോവാണ്. മാറി പോകുന്ന ഉടനെ അറ്റ് എ ഡിസ്റ്റൻസ് 1/4 ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ബ്രൈറ്റ് ഫ്രിഞ്ച്. അപ്പോൾ ഫ്രിഞ്ച് വെഡ്ത്തിൻ്റെ എവിടം വരെ പോകുന്നുണ്ട്? 1/4. നമുക്കറിയാം എത്ര പാത്ത് ഡിഫറൻസ് ഉണ്ട് രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ? പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 successive bright fringe equal to n+1 lambda, that is delta x equal to n lambda എന്നാണല്ലോ. അപ്പോൾ n+1 ലാംഡയും n ലാംഡയുടെ പാത്ത് ഡിഫറൻസിനെ മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ലാംഡ. അപ്പോൾ ഇവിടുത്തെ സെൻറ്ററിൽ നിന്നും അപ്പുറത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ സെൻറ്റർ വരെ പോകാൻ ഉള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അവർ പറയുന്നത് ലാംഡ വരെ നമ്മൾ സഞ്ചരിച്ചാൽ എവിടെ പോകും? അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ സെൻറ്ററിലെത്തും. ഇനിയും അവർ പറയുന്നു ലാംഡ വരെ പോകണ്ട, 1/4 വരെ സഞ്ചരിച്ചാൽ മതി. എവിടെ നിന്നും? സെൻറ്ററിൽ നിന്നും. അപ്പോൾ പാത്ത് ഡിഫറൻസ് അറ്റ് എ പോയിന്റ് at a distance of 1/4 of the distance between two successive bright fringe. ഈസ് എത്രയായിരിക്കും? λ/4 ആയിരിക്കത്തില്ലേ? λ/4 ആയിരിക്കും. അപ്പം ഇവർക്കിടയിൽ തന്നെ അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് ഇവിടെ വന്നു. ഇവർക്ക് ഇടയിലുള്ള പാത്ത് ഡിഫറൻസ് തന്നെ ലാംഡയാണ്. ഇതിൻ്റെ 1/4 വരെ പോകുമ്പോൾ ഇവിടെ വരുന്ന വേവും അവിടെ വരുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? λ/4 ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? λ/4. അപ്പോൾ പാത്ത് ഡിഫറൻസ് λ/4 ആയി. അപ്പോൾ ഫേസ് ഡിഫറൻസ് എത്ര കിട്ടും? ഫേസ് ഡിഫറൻസ് കിട്ടും 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് λ/4 ഈക്വൽ എത്ര കിട്ടി നമുക്ക്? π/2. അപ്പോൾ ഇനി അവിടുത്തെ ഇൻറ്റൻസിറ്റി കാണാം. ഈ പോയിന്റിലെ പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടി π/2. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 4I0 cos സ്ക്വയർ π/2 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? π/4. cos π/4 ഈക്വൽ 1/√2. cos സ്ക്വയർ π/4 എത്ര കിട്ടും? cos π/4 cos 45 ഈക്വൽ 1/√2. അപ്പോൾ cos സ്ക്വയർ 45 ഈക്വൽ 1/2 ഈക്വൽ എത്ര കിട്ടും? 4I0/2 ഈക്വൽ എത്ര കിട്ടും? 2I0. അപ്പോൾ സെൻറ്ററിലുള്ള ഇൻറ്റൻസിറ്റി 4I0 ആണ്. സെൻറ്ററിൽ നിന്നും 1/4 ഓഫ് ദി ഫ്രിഞ്ച് വിഡ്ത്ത് മാറിയുള്ള പോയിന്റിലെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണത്? 2I0 ആണ്. അപ്പോൾ അവർക്ക് അവിടെ രണ്ട് ഇൻറ്റൻസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I സെൻറ്റർ ടു I ഈക്വൽ എത്ര കിട്ടും? 4I0 ഡിവൈഡഡ് ബൈ 2I0 എത്ര കിട്ടി? 2:1. ഇതായിരിക്കും റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. In young double-slit experiment using monochromatic light of wavelength lambda, the intensity of light at a point on the screen where the path difference is lambda. Okay, path difference point on the screen where path difference is lambda. Path difference is lambda എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ഫ്രിഞ്ചാണ്? ബ്രൈറ്റ് ഫ്രിഞ്ചാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി എത്ര വരും? അതിൻ്റെ സെൻറ്ററിൽ ഇൻറ്റൻസിറ്റി വിൽ ബി 4I0 ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്? കെ. ഓക്കെ, ഡെൽറ്റ എക്സ് ലാംഡയാണെങ്കിൽ അതൊരു ബ്രൈറ്റ് ഫ്രിഞ്ചാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി 4I0 ആണ്. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് വെയർ പാത്ത് ഡിഫറൻസ് ഈസ് λ/3. പിന്നെ പുതിയ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഡാഷ് ഈക്വൽ ടു എത്രയാണ്? λ/3. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്ര കിട്ടും? ഈക്വൽ ടു 2π/λ ഇൻറ്റു λ/3 ഈക്വൽ ടു എത്ര കിട്ടും? 2π/3. ശരിയല്ലയോ? നമുക്കറിയാം I ഈക്വൽ ടു 4I0 cos സ്ക്വയർ എന്താണ്? 5/2 ആണ്. ഈക്വൽ ടു 4I0 cos സ്ക്വയർ 5ക്ക് വരെ എന്ത് കൊടുക്കാൻ? 2π/3 2 ആകുമ്പോൾ π/3 ഈക്വൽ ടു 4I0 ഇൻറ്റു എത്ര എന്ന് വരും? cos സ്ക്വയർ π/3 cos π/3 ഈക്വൽ ടു 1/2. ഇതെത്ര കിട്ടും? 1/4. 4I0ക്ക് വരും സാറിന് കെ കൊടുക്കാമല്ലോ, ഡിവൈഡഡ് ബൈ 4. അവിടുത്തെ ഇൻറ്റൻസിറ്റി എത്ര ആയിരിക്കും? k/4. ക്ലിയർ ആയോ? ഏതാ ഓപ്ഷൻ? 2. ഇഫ് ദ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് അൺനോൺ ഷേപ്പ് ദെൻ ദ വേവ് ഫ്രണ്ട് ഏതായിരിക്കും? ഡിസ്റ്റൻറ്റ് അപ്പോൾ സണ്ണിൽ നിന്നൊക്കെ വരുന്ന വേവ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ വേവ്സ് ആണ്.
എന്താണ് അതിൻ്റെ റേസ് ആർ പാരലൽ. പാരലൽ ആണെങ്കിൽ അതിൻ്റെ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. എങ്ങനെയായിരിക്കും? ദൂരെ ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് എല്ലാം, ഇൻസിഡൻറ്റ് റേസ് എല്ലാം ഓൾമോസ്റ്റ് പാരലാണ്. അപ്പോൾ പാരലായ ബീംസിന് പറ്റിയ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് എപ്പോഴും ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അത് സ്ഫെറിക്കൽ ആയിരിക്കും, ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ അത് സിലിണ്ടറിക്കൽ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പാത്ത് ഡിഫറൻസ് ഈക്വലൻ്റ് ടു ഫേസ് ഡിഫറൻസ് ഓഫ് 270 ഡിഗ്രി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. പാത്ത് ഡിഫറൻസ് നമുക്കറിയാം, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത് ഡിഫറൻസ് ആകാണ്ട് അല്ലേ? ഡെൽറ്റ എക്സ് ഈക്വൽ എന്താണ്? ലാംഡ ബൈ 2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. ലാംഡ ബൈ 2π 270 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈക്വൽ എത്ര എന്ന് എഴുതാം? 3π/2. ശരിയല്ലയോ? അപ്പം പൈയും പൈയും ക്യാൻസൽ എത്ര കിട്ടും? 3 ലാംഡ ഡിവൈഡഡ് ബൈ 4. ഇതായിരിക്കും അവർക്കിടയിലുള്ള പാത്ത് ഡിഫറൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 40. 2 waves of same frequency but of amplitudes in the ratio 1:3 are superimposed. The ratio of maximum to minimum intensity എന്നാണ്. I max divided by I minimum equal to എന്താണ്? A1 plus A2 divided by A1 minus A2 the whole square ആണ്. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:3. എങ്ങനെ വേണേൽ ചെയ്യാം, ഇങ്ങനെ വേണേൽ ഡയറക്റ്റ് വേണേൽ ചെയ്യാം, അല്ലാതെ ഇപ്പോൾ A1 plus A2 ദാറ്റ് ഇസ് 1, 3 അങ്ങനെ വേണേലും കൊടുക്കാം. നോക്കാം. ഇപ്പോൾ A1/A2 ഈക്വൽ എത്ര വന്നിട്ടുണ്ട്? A1/A2 equal to 1/3. So A1 is proportional to 1. A1 is proportional to 1. A2 is proportional to എന്താണ്? 3. Therefore നമുക്കറിയാം I is proportional to എന്താണ്? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ I1 is proportional to 1. I2 is proportional to എന്താണ്? 9. ശരിയല്ലോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം ഇത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നത്. എളുപ്പമുള്ള രീതി. A1 പ്ലസ് 2. അപ്പം എ മാക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എ മാക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? A1 plus A2. എ മിനിമം ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? A1 minus A2. അപ്പോൾ എ മാക്സ് ടു എ മിനിമം നമുക്കറിയാം I ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? A സ്ക്വയർ. Therefore I max അതെങ്ങനെ വന്നു എന്ന് പറയാം കേട്ടോ. I minimum ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. A max സ്ക്വയർ ഡിവൈഡഡ് ബൈ A minimum സ്ക്വയർ ഈക്വൽ ടു A1 plus A2 ഡിവൈഡഡ് ബൈ A1 minus A2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ A1 plus A2 എത്ര കിട്ടും നമുക്ക്? 1 plus 3 എത്ര ഇതാണ്? 4. A1 minus A2 എത്ര കിട്ടും? 2 സ്ക്വയർ ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എത്ര കിട്ടും? 4:1. ഇത് ഡയറക്റ്റ് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. A1 plus A2 by A1 minus A2 the whole square, that is I max divided by I minimum. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 41. A slit width when the light of wavelength when a light of wavelength 6500 angstrom lambda എന്നിട്ടുണ്ട് 6500 into 10 raised to minus 10 meter is first minima for the red light. അപ്പം ആംഗുലാർ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് മിനിമം ഫോർ റെഡ് ലൈറ്റ് ഇസ് 30 ഡിഗ്രി എന്നാണ്. ഈക്വൽ എത്രയാണ്? n ഈക്വൽ ടു 1 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ വാട്ട് ഈസ് ദ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ അപ്പേർച്ചർ സൈസ് അല്ലെങ്കിൽ സ്ലിറ്റ് വിഡ്ത്ത് എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം സൈൻ തീറ്റ എ സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ. ഇതാണ് എന്താ? കണ്ടീഷൻ ഫോർ മിനിമം. കണ്ടീഷൻ ഫോർ മിനിമം ഇൻ ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ. Therefore sin theta ഈക്വൽ ടു എന്ത് കിട്ടും? n ലാംഡ ബൈ a. For n ഈക്വൽ ടു 1 സൈൻ തീറ്റ എന്ത് കിട്ടും? ലാംഡ ബൈ a. ശരിയല്ലയോ? ഇവിടെ തീറ്റ എത്രയാണ് തന്നിരിക്കുന്നത്? 30 ഡിഗ്രി. Therefore sin 30 ഈക്വൽ ടു ലാംഡ ബൈ a. 1/2 ഈക്വൽ ടു ലാംഡ ബൈ a. Therefore a ഈക്വൽ ടു 2 ലാംഡ.
ലാംഡ എത്രയാ? 6500. ശരിയല്ലേ? ഇപ്പോൾ 2 ഇൻറ്റു 6.5 ഇൻറ്റു 10⁻⁻7 എന്ന് എഴുതാമല്ലോ. ഇക്കട്ട് 13 ഇൻറ്റു 10⁻⁻7 ഇക്കട്ട് 1.3 ഇൻറ്റു 10⁻⁻6 അങ്ങനെ ഉണ്ടോ? 1.3 ഇൻറ്റു 10⁻⁻6. എ സൈൻ തീറ്റ എൻ ലാംഡ ഇതെന്താണ്? കണ്ടീഷൻ ഫോർ മിനിമയാണ്. സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി? എൻ ലാംഡ ബൈ എ കിട്ടി. അപ്പോൾ എൻ 1 ആണ്, ഫസ്റ്റ് മിനിമയുടെയാണ് കണ്ടീഷൻ. അപ്പോൾ എൻ ഈക്വൽ ടു 1 സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. തീറ്റ തന്നിട്ടുണ്ട് എത്രയാണ്? ആംഗുലാർ സെപ്പറേഷൻ, ആംഗുലാർ പൊസിഷൻ ഓഫ് ദി ഫസ്റ്റ് മിനിമ ഈസ് 30 ഡിഗ്രി. അപ്പോൾ സൈൻ 30 ഈക്വൽ ടു ലാംഡ ബൈ എ. ലാംഡ തന്നിട്ടുണ്ട്, എ കാണാമല്ലോ. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. The figure shows a double slit experiment. The path length S2p and S1p are n lambda. എല്ലാം നില കേട്ടോ, n ലാംഡ എന്നാണ്. n എല്ലാം മാറ്റിയിട്ട് n ലാംഡ ആൻഡ് n+2 ലാംഡ റെസ്പെക്റ്റീവ്ലി, where n is a whole number and lambda is the wavelength. Taking the central fringe as 0, what is formed at p? അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1p മൈനസ് എന്തായിരിക്കണം? ഇതിൻ്റെ പാത്ത് ലെങ്ത് n+2 ലാംഡയാണ്, ഇതിൻ്റെ പാത്ത് ലെങ്ത് n ലാംഡയാണ്. ഇവരുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ S1p മൈനസ് എന്തായിരിക്കണം? S2p ഈക്വൽ ടു n+2 ലാംഡ മൈനസ് എന്ത് കിട്ടും? n ലാംഡ. ദാറ്റ് ഇസ് n ലാംഡ പ്ലസ് 2 ലാംഡ മൈനസ് n ലാംഡ. ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 2 ലാംഡ. When path difference, what is the condition for bright fringe? Delta x equal to n lambda, where n equal to 1, 2, 3. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു n equal to 2. അതിൻ്റെ അർത്ഥം ഈ പൊസിഷൻ പിയിലുണ്ടാകുന്നത് സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. നൗ 43rd question. 2 light sources are said to be coherent if they emit. Coherence എന്ന് പറഞ്ഞാൽ എന്താണ്? When 2 sources are said to be coherent, if the light waves from the sources maintains a constant phase relationship. അവർ തമ്മിലുള്ള ഫേസ് എപ്പോഴും എന്തായിരിക്കണം? ആ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ എല്ലാ ടൈമിലും എല്ലാ സ്പേസിലും എന്തായിരിക്കണം? അവർ തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെയുള്ള സോഴ്സുകളെ നമ്മൾ എന്ത് വിളിക്കും? കൊഹറൻറ്റ് സോഴ്സ്. അങ്ങനെ നിൽക്കണമെങ്കിൽ ആ രണ്ട് വേവ്സിൻ്റെയും ഫ്രീക്വൻസിയും വേവ് ലെങ്തും എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേവ് ഏതെങ്കിലും സമയത്ത് എന്ത് ചെയ്യും? അങ്ങ് അഡ്വാൻസ് ചെയ്ത് പോകും. രണ്ടുപേരും ഒരേപോലെ ഇങ്ങനെ പോകണമെങ്കിൽ അവരുടെ വേവ് ലെങ്ത് കറക്റ്റ് ആയിരിക്കണം, ഒപ്പം എന്തായിരിക്കണം? സോ ദാറ്റ് ദേ വിൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ഫേസ് റിലേഷൻഷിപ്പ്. അപ്പം അങ്ങനെ വരുന്ന മെയിൻ കണ്ടീഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആണ് കേട്ടോ, കൊഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് അതിൻ്റെ വേണ്ട റിക്വയർമെൻ്റ് ആണ് സെയിം ഫ്രീക്വൻസിന്നോ അല്ലെങ്കിൽ സെയിം വേവ് ലെങ്ത് എന്നോ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷനുള്ള ഓപ്ഷൻ ഏതാണ്? വേവ്സ് ഓഫ് ദി സെയിം വേവ് ലെങ്ത് ഹാവിങ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. ഓപ്ഷൻ നമ്പർ 4 നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓപ്ഷൻ എടുക്കും കേട്ടോ. 2 coherent sources of intensity ratio 100:1 interfere. What is the ratio of the intensity between the maxima and minimum of the interference pattern? അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്. എന്താണ്? 100:1. ദറ്റ് ഇസ് I1/I2 ഈക്വൽ ടു എത്രയാണ്? 100/1. അപ്പോൾ റൂട്ട് ഓഫ് I1/I2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്കറിയാം I max to I minimum, root of I1 plus root of I2 the whole square minus root of I1 minus root of I2 the whole square. സാർ എന്നെ ഒന്നിച്ചെഴുതുകയാണ്. root of I1 plus root of I2 root of I1 minus root of I2 the ത്രൂ ഔട്ട് റൂട്ട് I2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താലോ നമുക്ക് ഇവരെ 4 പേര്. റൂട്ട് I2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് I1/I2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് I1/I2 മൈനസ് റൂട്ട് ഓഫ് I1/I2 എത്രയാണ്? സ്ക്വയർ. റൂട്ട് ഓഫ് 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 10 മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. ഈ കിട്ടും എത്ര കിട്ടും? 11 സ്ക്വയർ 9 സ്ക്വയർ. ശരിയല്ലേ? A beam of light of wavelength 600 nanometer from a distant source falls on a single slit. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അങ്ങോട്ട് എഴുതാം. ലാംഡ ഈക്വൽ ടു 600 നാനോമീറ്റർ ഈക്വൽ ടു 600 ഇൻറ്റു 10⁻³ മീറ്റർ. സ്ലിറ്റ് വിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 millimeter. 1 millimeter 10⁻³ meter. And the resulting diffraction pattern is observed on a screen of 2 meter away.
D equal to, what is the distance between the first dark fringe on either side of the central bright fringe എന്നാണ്. ഇങ്ങനെയാണ് നമുക്കറിയാം. ഇതാണ് ചോദ്യം. ഇതാണ് സെൻട്രൽ ബ്രൈറ്റ്, സെൻട്രൽ മാക്സിമ. ഇതെന്താണ്? ഫസ്റ്റ് സെക്കൻഡറി മിനിമ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി സെൻട്രൽ മാക്സിമ. അപ്പോൾ അവരുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ഓൺ എയ്തർ സൈഡ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ ലാറ്ററൽ വിഡ്ത്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമയാണ്. അപ്പോൾ ലാറ്ററൽ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാക്സിമ W ഈക്വൽ ടു 2D ലാംഡ ബൈ എന്താണ്? 2D ലാംഡ ബൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 ഇൻറ്റു D എത്രയാ? 2. ലാംഡ എത്രയാ? 600 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ D എത്രയാ? 10⁻3. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 0.6. ഇവിടെ വരുന്ന ഉടനെ 0.3 ബാക്കിയാവും. 2.4 മില്ലിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 2.4 ഇൻറ്റു 10⁻3 മീറ്റർ എന്ന് വരും. നമുക്ക് അങ്ങനെ എഴുതാം, 2.4 മില്ലിമീറ്റർ. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ദിസ് ഇസ് ദ ലാറ്ററൽ വിഡ്ത്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമം. അതിൻ്റെ ഇക്വേഷൻ 2D ലാംഡ ബൈ T ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ ദി ഇൻ്റർഫറൻസ് പാറ്റേൺ എനർജി, എവിടെ ആയാലും എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇൻ്റർഫറൻസ് പാറ്റേണിൽ എനർജിയുടെ റീഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. ആവറേജ് എനർജി നമുക്കറിയാം 2I0 ആണ്. പക്ഷേ ഇവിടെ 4I0യും ഒരിടത്ത് 0യും വരുന്നു. അതിൻ്റെ അർത്ഥം ഈ 2I0 എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരിടത്ത് 4I0 ഇട്ടെങ്കിൽ മറ്റേടത്ത് എന്ത് ചെയ്തു? 2I0 കുറഞ്ഞു. അവിടെ എനർജിയുടെ റീഡിസ്ട്രിബ്യൂഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ പാറ്റേൺ. ഇതെത്രയാണ്? 4I0. ഇതെത്രയാണ്? 0. സാധാരണഗതിയിൽ അതിൻ്റെ ആവറേജ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2I0. ഇതെല്ലാം കൂടെ കൂട്ടി 4I0 പ്ലസ് 0 പ്ലസ് 4I0 കൂട്ടി ഡിവൈഡഡ് ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2I0 കിട്ടും. അപ്പോൾ എനർജി ഈസ് ഓൺലി സിംപ്ലി റീഡിസ്ട്രിബ്യൂട്ടഡ്. അവിടെ പുതിയതായിട്ട് എനർജി ഉണ്ടാക്കുന്നില്ല, എനർജി ഒട്ട് നഷ്ടപ്പെടുന്നുമില്ല. അത് സാധ്യമല്ല. കൺസർവേഷൻ ഓഫ് എനർജി എല്ലായിടത്തും മെയിൻറ്റെയിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനർജി റീഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. പറഞ്ഞ് മനസ്സിലായാലും ആവറേജ് നമുക്ക് 2I0 എന്തായാലും കിട്ടും. കാരണം ഒരാൾ 2I0 കൂടുതൽ എടുത്തെങ്കിൽ മറ്റേയാളുടെ എന്ത് പോയി? 2I0 കുറഞ്ഞു. ഫലത്തിൽ മാറ്റമൊന്നും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 47. In young double slit experiment, the distance between two slits is halved and the distance of the screen is made 3 times. How will the fringe width change? നമുക്ക് ബീറ്റ ഈക്വൽ എന്താണ്? D ലാംഡ ബൈ D ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബീറ്റ ഡാഷ് ഈക്വൽ ടു distance between two slits is halved and the distance of the screen is made 3 times. D ആണ്, ക്യാപിറ്റൽ D ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ. അത് എത്രയാക്കിയിട്ടുണ്ട്? 3 ആക്കിയിട്ടുണ്ട്. 3D to lambda. Now the distance between two slits is halved. ഇവിടെ എത്ര കിട്ടും? 6D ലാംഡ ബൈ ഇവിടെ എത്ര കിട്ടും? ഫ്രിഞ്ച് വിഡ്ത്ത് എത്ര ടൈംസ് ആയിട്ട് കൂടും? 6 ടൈംസ് ആയിട്ട് കൂടും. അടുത്ത 48th ക്വസ്റ്റ്യൻ. In young double slit experiment, lambda is the wavelength of light used. D is the separation between two. D is the distance of the screen from the slit. The fringe width would remain unchanged if നമുക്കറിയാം ബീറ്റ ഈക്വൽ ടു എന്താണ്? D ലാംഡ ബൈ D. നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. ഈ ബോത്ത് ലാംഡ ആൻഡ് D ആർ ഡബിൾഡ്. ഇവിടെ ഒരു മാത്രം മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ബീറ്റ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവണം. ഇവിടെ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അപ്പം നടക്കുമോ? ഇല്ല. ബോത്ത് D ആൻഡ് D ആർ ഡബിൾ. അപ്പം ബീറ്റ ഡാഷ് ഈക്വൽ എന്ത് കിട്ടുന്നുണ്ട്? 2D ലാംഡ ബൈ 2D. ഈക്വൽ എത്ര എഴുതും? D ലാംഡ ബൈ. ഇത് കറക്റ്റ് ഓപ്ഷനാണ്. ശരിയല്ലേ? ഇവർ രണ്ടുപേരെയും മുകളിലും താഴെ ഇവർ രണ്ടുപേരെയും ഡബിൾ ആക്കിയാലും ഫ്രിഞ്ച് വിഡ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. D ഈസ് ഡബിൾഡ് ആൻഡ് D ഈസ് ഹാഫ്. 2D ലാംഡ ഡിവൈഡഡ് ബൈ D ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4D ലാംഡ ബൈ D ഈക്വൽ എത്ര കിട്ടും? 4 ബീറ്റ. ശരിയാണോ? അല്ല. ലാംഡ ഈസ് ഡബിൾഡ് ആൻഡ് D ഈസ് ഹാഫ്ഡ്. D ലാംഡ എത്ര ആക്കിയിട്ടുണ്ട്? 2 ലാംഡ ആക്കിയിട്ടുണ്ട്. D എന്താക്കിയിട്ടുണ്ട്? എപ്പോഴും എന്ത് കിട്ടും? 4D ലാംഡ ബൈ D ഈക്വൽ 4 ബീറ്റ. ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് D ആൻഡ് D ആർ
doubled. Okay? Now, 49th question. 49th ചോദ്യം. Two coherent waves are represented by y1 equal to a1 cos omega t and y2 equal to a2 sin omega t. The resultant in intensity due to interference will be. നോക്കാം. y1 equal to a1 cos omega t. പിന്നെ സാർ ഇങ്ങനെ എഴുതുന്നു a1 sin എഴുതാമല്ലോ സൈൻ ഒമേഗ ടി പ്ലസ് 90 ഈക്വൽ ടു കോസ് ഒമേഗ ടി. ശരിയാണല്ലോ. y2 ഈക്വൽ ടു a2 സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. y1ഉം y2 തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, രണ്ട് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇൻ്റർഫറൻസ് വിൽ ബി, നമുക്കറിയാം എ ഈക്വൽ ടു റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ എന്നാണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ ഈക്വൽ ടു ഇവിടെ കോസ് 90 ആയതുകൊണ്ട് 5 ഈക്വൽ ടു 90 ആയതുകൊണ്ട് കോസ് 90 എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പം നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ. നമുക്കറിയാം i ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? a സ്ക്വയർ പ്ലസ് i ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? a1 സ്ക്വയർ പ്ലസ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ. ക്ലിയർ ആയോ? ആദ്യം ആംപ്ലിറ്റ്യൂഡ് കണ്ടു. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റൻസിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം എന്താണ്? റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ. ഏതാ ഓപ്ഷൻ? തേർഡ് ഓപ്ഷൻ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ എമിറ്റ്സ് ലൈറ്റ് ഓഫ് 5500 ആങ്സ്ട്രോം വേവ് ലെങ്ത്. It appears blue to an observer on Earth. It means നമ്മൾ ഷിഫ്റ്റ് പഠിച്ചിട്ടുണ്ട്, ബ്ലൂ ഷിഫ്റ്റ് ആൻഡ് റെഡ് ഷിഫ്റ്റ്. ശരിയല്ലേ? ഡോപ്ലർ എഫക്റ്റിനകത്തിൽ ഡോപ്ലർ ഷിഫ്റ്റിൽ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ എന്താണ്? ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അപ്രോച്ചാണ്. ഡെൽറ്റ എഫ് ഇസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ? അപ്രോച്ച്. നമുക്കറിയാം എഫ് മൈനസ് f0 ഡിവൈഡഡ് ബൈ f0 ഈക്വൽ ടു മൈനസ് വി റേഡിയൽ ഡിവൈഡഡ് ബൈ സി എന്നാണ് ഇക്വേഷൻ. ഓക്കെ, മൈനസ് വി റേഡിയൽ ഈക്വൽ ടു ഡിവൈഡഡ് ബൈ സി. വി റേഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് സ്റ്റാർ ആൻഡ് ദി ഒബ്സർവർ. അതിൻ്റെ റേഡിയൽ കമ്പോണൻറ്റ്. ഇനി അത് അപ്രോച്ച് ആണെങ്കിൽ വി റേഡിയൽ നെഗറ്റീവ് ആയിരിക്കും. റിസഷൻ ആണെങ്കിൽ വി റേഡിയൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം നമ്മളിലേക്ക് അടുക്കുകയാണ്. അല്ലാതെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇത് സെൻറ്ററിലൊരു സോഴ്സ് ആണെന്നിരിക്കട്ടെ. സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട് എ ഉണ്ട്, ഇവിടെ ഒരു ഒബ്സർവർ ബി ഉണ്ട്. ഈ സോഴ്സ് അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പേരിലും, ഈ അക്കരെ ഇക്കരെ നിൽക്കുന്ന രണ്ട് പേരിലും വരുന്ന വേവ് ഫ്രണ്ട് എന്താണ്? സക്സസീവ് വേവ് ഫ്രണ്ട് വരുന്നത് ഈക്വൽ ടൈംസിലായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വേവ് ലെങ്ത് എന്താണ്? മെയിൻറ്റെയിൻഡ് ആണ്. ഇനി സപ്പോസ് ഈ സോഴ്സ് ഒന്ന് മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. എങ്ങോട്ട്? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് സിമിലർ എന്താണ്? വേവ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇത് രണ്ട് ക്രസ്റ്റുകൾ ഫോം ചെയ്തുള്ള അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ ഫോം ചെയ്ത വേവ് ഫ്രണ്ട് ആണെങ്കിൽ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ ആയിരിക്കും. ശരിയല്ലേ? ഇനിയും ഈ സോഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ പുതിയ വേവ് ഫ്രണ്ട്സിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? നോക്കിയോ. ഇങ്ങനെയായിരിക്കും. ഒബ്സർവർ. അതിൻ്റെ അർത്ഥം വേവ് ഫ്രണ്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞു. ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കൂടി. അപ്പം ഒരു സോഴ്സ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും വിത്ത് റെസ്പെക്ട് ആണ് ഒബ്സർവർ. ഒരു സോഴ്സ് അകന്ന് പോയി കഴിഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഈ ഡിസ്റ്റൻസ് കൂടുക ചെയ്ത്, അതിൻ്റെ അർത്ഥം ഇവിടെ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടി. ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കുറയും. ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പോൾ അപ്രോച്ചിലാണെങ്കിൽ ഫ്രീക്വൻസി കൂടും, റിസഷനിലാണെങ്കിൽ ഫ്രീക്വൻസി കുറയും.
അപ്പോൾ നമ്മൾ വരുന്നു, നമ്മുടെ ഫ്രീക്വൻസി ബ്ലൂ ഭാഗത്തേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂവിന് ഫ്രീക്വൻസി റെഡിനേക്കാൾ എന്താണ് കൂടുതലാണ്. ഞാൻ ഡിസ്റ്റൻസ് സ്റ്റാറിൽ നിന്നും ഇന്നത്തെ ദിവസം ഒരു ലൈറ്റ് എടുത്ത് അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് സ്റ്റാർ ഈസ് അപ്രോച്ചിങ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? emits a light 5000 wavelength. It appears blue. On an observer, blue appear ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടി എന്നർത്ഥം. അതിൻ്റെ അർത്ഥം ആ ഡിസ്റ്റൻസ് സ്റ്റാർ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റാർ ഈസ് മൂവിങ് ടുവേർഡ്സ് എർത്ത് ആണ്. അതിനെ ബ്ലൂ ഷിഫ്റ്റ് എന്ന് വിളിക്കും. ഇനി റെഡ് ആണ് കാണുന്നതെങ്കിലോ അതിൻ്റെ ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നതിന് നമ്മൾ റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കും. അതിൻ്റെ അർത്ഥം ആ ഡിസ്റ്റൻസ് സ്റ്റാർ നമ്മളിൽ നിന്നും അകലുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും സാറിൻ്റെ ഭാഗത്തുനിന്ന്. Okay, thank you.